നമസ്തേ, നമസ്കാരം. ജനൻ ടി വിയുടെ ജനകീയ സംവാദവേദിയായ ജനസഭയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ജനസഭ ഇന്ന് ചേരുന്നത് പാലക്കാട് മണ്ഡലത്തിൽപ്പെട്ട ഒലവക്കോട് ജംഗ്ഷനിലാണ്. ഇനി 3 ദിവസം മാത്രമേ ശേഷിക്കുന്നുള്ളൂ പാലക്കാട്ടെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങാൻ. ഒരു ത്രില്ലർ മൂവിയിലേതുപോലുള്ള ചേരുവകളാണ് ഓരോ ദിവസവും പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പാലക്കാട്ടെ പോരിൽ ആര് ജയിക്കുമെന്നാണ് ജനസഭ പരിശോധിക്കുന്നത്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് 3 മുന്നണികളുടെയും പ്രതിനിധികൾ ഇവിടെ അതിഥികളായി എത്തിയിട്ടുണ്ട്. അവരെ പരിചയപ്പെടാം. UDFിൻ്റെ പ്രതിനിധിയായി യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ അധ്യക്ഷൻ ശ്രീ വിജിൽ മോഹൻ. വിജിലിനെ സ്നേഹപൂർവ്വം ജനസഭയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. BJPയുടെ പ്രതിനിധിയായി നഗരസഭാ കൗൺസിലർ കൂടിയായ ശ്രീ ശശികുമാറിനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇടതുമുന്നണിയുടെ പ്രതിനിധിയായി AIYFിൻ്റെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി ശ്രീ K ഷാജഹാനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പാലക്കാട്ടെ വോട്ടർമാരെയും ജനസഭയിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഈ സംവാദം വിജിലിൽ നിന്ന് ആരംഭിക്കുകയാണ്. വിജിൽ, പൊതുവെ എങ്ങനെയുണ്ട്? ഇനി 3 ദിവസം മാത്രമേ ഉള്ളൂ. അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്? പാലക്കാട് ജനത ഉപതെരഞ്ഞെടുപ്പിൽ വിധി എഴുതാൻ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. മുമ്പ് സൂചിപ്പിച്ചതുപോലെ തുടക്കം മുതൽ ഇന്നീ നിമിഷം വരെ ഞങ്ങളുടെ കോൺഫിഡൻസ് ലെവലിന് യാതൊരുവിധ കോട്ടവും തട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് തുടക്കമുണ്ടായതിനേക്കാൾ ഇരട്ടി ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ വിജയിക്കുമെന്നാണ് ഞങ്ങൾ ഇന്ന് വിശ്വസിക്കുന്നത്. ഇന്നത്തെ സംഭവ വികാസങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഇവിടെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ UDFിന് അനുകൂലമായ കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് 20-ാം തീയതി വിധി എഴുതുമ്പോൾ UDFിൻ്റെ സ്ഥാനാർത്ഥി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ വർഷത്തിൻ്റെ ഇരട്ടി ഭൂരിപക്ഷത്തിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ ഒരു വിശ്വാസത്തോടെ ഉറച്ച കോൺഫിഡൻസോടുകൂടിയാണ് UDFിൻ്റെ ക്യാമ്പ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ശശികുമാർ, പൊതുവിൽ BJPയുടെ സാധ്യത എത്രത്തോളം വർദ്ധിച്ചിട്ടുണ്ട്? ഒന്ന് പാലക്കാട് മണ്ഡലത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇവിടെ മത്സരം BJPയും ഇടതു വലതു മുന്നണികളുടെ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട്. കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ മെട്രോമാൻ E ശ്രീധരൻ സാറെ ചതിയിലൂടെ പരാജയപ്പെട്ട ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു രൂപം. UPA സർക്കാരും UPAയും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യവും ദേശീയ തലത്തിൽ രൂപപ്പെടുന്ന മുമ്പ് തന്നെ ഈ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടായത് പാലക്കാട് നഗരസഭയിലാണ്. 2005 പാലക്കാട് നഗരസഭയിൽ 17 സീറ്റുകളുമായി BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി BJPയുടെ SR ബാലസുബ്രഹ്മണ്യൻ വൈസ് ചെയർമാൻ ആയപ്പോൾ അദ്ദേഹത്തെ താഴെ ഇറക്കാൻ ഇടതു വലത് മുന്നണികൾ കേരള ചരിത്രത്തിലാദ്യമായി, രാജ്യത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി കൈകോർത്ത നാടാണ് പാലക്കാട്. ഇപ്പോഴും ആ അവിശുദ്ധ പാണ്ഡവം പാലക്കാടിൻ്റെ മണ്ണിൽ തുടരുന്നു. അതിനെതിരെ ഒരു വിധിയെഴുത്ത് എന്തായാലും തീർച്ചയായിട്ടുണ്ടാകും. BJPയുടെ ശക്തമായ ഒരു മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകും. 100% BJP വിജയിച്ച് കയറും എന്ന കാര്യത്തിൽ സംശയമില്ല. ശ്രീ ഷാജഹാൻ, വികസനം ആയിരുന്നു ആദ്യമൊക്കെ ചർച്ചാ വിഷയം. പക്ഷേ ഇപ്പോൾ അത് വർഗീയതയ്ക്ക് വഴിമാറുന്നു എന്നൊരു ആക്ഷേപം ഉണ്ട്. എന്താണ് പൊതുവിലുള്ള നിരീക്ഷണം? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് വികസനത്തിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ്. കഴിഞ്ഞ 8 വർഷക്കാലമായി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ പല മേഖലകളിലും കേരളം നമ്പർ 1 മാറിക്കൊണ്ടിരിക്കുന്ന, പഴയ കാലങ്ങളിലെല്ലാം തന്നെ കേരളത്തിന് ചില പേരുദോഷങ്ങളുണ്ടായിരുന്നു. ആ പേരുദോഷങ്ങൾ ഉൾപ്പെടെ മാറ്റിക്കൊണ്ട് വികസനത്തിൻ്റെ കാര്യത്തിൽ പുതിയൊരു ഉണർവുണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും അതിന് ഈ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ആ വികസന മുന്നേറ്റത്തിന് ആനുപാതികമായിട്ടുള്ളൊരു വികസനം ഈ മണ്ഡലത്തിനകത്ത് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ 3 ടേമായിട്ട് ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു പോയിട്ടുള്ള ജനപ്രതിനിധിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളൊരു വസ്തുത ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പാലക്കാട് മണ്ഡലം എന്ന് പറയുന്നത് ഈ ജില്ലയിലെ ഹെഡ്ക്വാർട്ടേഴ്സാണ്. മറ്റ് ജില്ലകളിലെ ഹെഡ്ക്വാർട്ടേഴ്സുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ആ ജില്ലകളിലെല്ലാം തന്നെ അതിൻ്റെ മുഖച്ഛായ ഈ ഒരു 10 വർഷക്കാലത്തിനിടയ്ക്ക് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ രീതിയിലുള്ളൊരു മാറ്റം ഈ പാലക്കാട് മണ്ഡലത്തിനകത്ത് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഈ പാലക്കാട് മണ്ഡലത്തിലെ ജനങ്ങൾ നന്നായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ മറ്റ് മുന്നണികളിൽ ഇപ്പോൾ BJP അതുപോലെ തന്നെ UDF മുന്നണികളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അസ്വസ്ഥതകളെല്ലാം തന്നെ
ഇടതുപക്ഷത്തിന് അനുകൂലമായി വരുമെന്നുള്ള ഒരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം കരുത്ത് തെളിയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഓക്കെ വിജില, ഈ തിരഞ്ഞെടുപ്പ് അടുക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ 3 ദിവസമേ ഉള്ളൂ. ഇപ്പോൾ അവസാന നിമിഷം ഈ വർഗീയ സംഘടനകളുടെ നേതാക്കന്മാരുമായിട്ടൊക്കെ പ്രതിപക്ഷ നേതാവ് അടക്കം കൂടിക്കാഴ്ച നടത്തുന്നു. SDPIയുടെ വോട്ടുകൾക്കായി നെട്ടോട്ടം ഓടുന്നു, ജമാഅത്തെ ഇസ്ലാമിയായിട്ട് കൈകോർക്കുന്നു തുടങ്ങിയ ആക്ഷേപങ്ങളൊക്കെ ഉയരുന്നുണ്ട്. വിജിലിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, SDPI ഉൾപ്പെടെയുള്ള വർഗീയ സംഘടനകളുടെ വോട്ട് വേണ്ട എന്ന് ഈ വേദിയിൽ തുറന്ന് പറയാൻ പറ്റുമോ? ഈ പാലക്കാട് മണ്ഡലത്തിൽ UDFൻ്റെ സ്ഥാനാർത്ഥി പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന ദിവസം മുതൽ ഞങ്ങൾ നേരിടുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് വർഗീയ ശക്തികളുടെ വോട്ട് നിങ്ങൾക്ക് വേണോ എന്നുള്ളതാണ്. ഒന്നാമത്തെ നിമിഷം മുതൽ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് പറഞ്ഞിരുന്നു, ഇന്ന് ഈ നിമിഷവും UDFൻ്റെ പ്രതിനിധിയായി ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഒരു വർഗീയ ശക്തിയുടെയും വോട്ട് വാങ്ങിക്കൊണ്ട് വിജയിക്കേണ്ട ഒരവസ്ഥ UDFന് നാളിതുവരെ ഉണ്ടായിട്ടില്ല, ഇനിയൊട്ട് ഉണ്ടാവുകയുമില്ല. അതുകൊണ്ട് വർഗീയ ശക്തികളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് തറപ്പിച്ച് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ യഥാർത്ഥ മത്സരം എന്ന് പറയുന്നത് 2 ചേരികൾ തമ്മിലാണ്. ഒന്ന് മതേതരത്വ ചേരിയും ഒന്ന് വർഗീയ ചേരിയും തമ്മിലാണ്. ഈ മതേതരത്വ ചേരിക്ക് വേണ്ടി പോരാടുന്നത് UDFൻ്റെ നേതാക്കന്മാരാണ്. UDFൻ്റെ സ്ഥാനാർത്ഥി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അതുകൊണ്ട് മതേതരത്വ ചേരിക്ക് വേണ്ടി, മതേതരത്വ കേരളത്തിന് വേണ്ടി, ഒരു മതേതരത്വ ഇന്ത്യക്ക് വേണ്ടി പോരാടുന്ന UDF സ്ഥാനാർത്ഥിയോട് വർഗീയവാദികളുടെ വോട്ട് വേണോ എന്നുള്ള ചോദ്യം പോലും അപ്രസക്തമാണ് എന്ന് പറയാൻ ഞാനൊരു അവസരം വിനിയോഗിക്കുകയാണ്. പിന്നെ നേരത്തെ BJPയുടെ പ്രതിനിധി സൂചിപ്പിച്ച ഒരു കാര്യം, NDAയുടെ പ്രതിനിധി സൂചിപ്പിച്ച ഒരു കാര്യം കോട്ട് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവർ പറഞ്ഞു അവിശുദ്ധ ബാന്ധവം, LDFും UDFും തമ്മിലാണ് അവിശുദ്ധ ബാന്ധവം ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞു. ഞാൻ ചെറിയൊരു ഉദാഹരണം അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയാണ്. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ ആദ്യത്തെ തവണ, ഇപ്പോൾ BJPയുടെ ഭരണം ആദ്യത്തെ തവണ വരുമ്പോൾ അവിടുത്തെ വൈസ് ചെയർമാൻ വിജയിച്ചത് എങ്ങനെയാണെന്ന് BJPയുടെ പ്രതിനിധിക്ക് ഓർമ്മയുണ്ടോ? LDFൻ്റെ പ്രതിനിധിയും കൂടി ഒന്ന് ഓർത്താൽ നല്ലതായിരിക്കും. അവിടുത്തെ വൈസ് ചെയർമാൻ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത ഇടതുപക്ഷത്തിന്റെ 2 ആളുകളുടെ വോട്ട് അസാധുവാക്കി കളഞ്ഞിട്ടാണ് അന്ന് BJPക്ക് ആദ്യമായി അവിടെ വൈസ് ചെയർമാൻ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി സാധിച്ചത്. കേവലം ഒരു മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് ശേഷം നിങ്ങൾക്കറിയാം, ഒരു ചെയർമാൻഷിപ്പിലേക്കുള്ള തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ വൈസ് ചെയർമാൻഷിപ്പിലേക്കുള്ള തെരഞ്ഞെടുപ്പോ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള തെരഞ്ഞെടുപ്പൊന്നുമല്ല. ഞാനത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാനൊരു മുനിസിപ്പൽ കൗൺസിലറാണ്. അപ്പോൾ എനിക്കറിയാം, ഒരു പേരിന് നേരെ ഒരു ഇൻഡു മാർക്ക് ഇടാൻ പോലും അറിയാത്ത രീതിയിൽ ആ തരത്തിൽ ആളുകളെ കബളിപ്പിക്കുന്ന വർഗീയ ചേരിയുമായിട്ടുള്ള കൂട്ടുകെട്ടിന് ഇവിടെ തുടക്കം കുറിച്ചത് LDFൻ്റെ ആളുകളാണ്. പാലക്കാട് നഗരസഭയിൽ അതിന് ഉദാഹരണം കുറിച്ചത് അന്നാണെങ്കിൽ ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ രംഗത്ത് ഇടതുപക്ഷവും NDAയും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ട് അവർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉദാഹരണം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഇവർ നീല ട്രോളിയുടെ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി. നീല ട്രോളിയുടെ വിവാദങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കിയത്? ഇതിൻ്റെ തിരക്കഥ ഉണ്ടാക്കിയത് BJPയുടെ ആളുകൾ, ഇത് സംവിധാനം നടപ്പിലാക്കിയത് LDFൻ്റെ ആളുകൾ. അങ്ങനെ LDFും BJPയും കൂടി പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു വരുമ്പോൾ CJP എന്ന് പറഞ്ഞൊരു മുന്നണി ഉണ്ടാക്കിക്കൊണ്ട്, കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്നുള്ള മുന്നണി ഉണ്ടാക്കിക്കൊണ്ടാണ് UDFനെതിരെ ഇവിടെ പോരാടുന്നത്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്, ഇവിടെ 2 ചേരികൾ തമ്മിലുള്ള പോരാട്ടമാണ്, മതേതര ചേരിയും വർഗീയ ചേരിയും തമ്മിലുള്ള. ഒരു സംശയവും വേണ്ട, ഈ തെരഞ്ഞെടുപ്പിന് അവസാനം ഇവിടെ മതേതര ചേരിയായ UDFൻ്റെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്കില്ല. അപ്പോഴും വിജിലന്റെ ചോദ്യത്തിന് ഉത്തരം നൽകിയില്ല. വർഗീയ സംഘടനകളുടെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞു. SDPI എന്ന പേര് പറയാൻ എന്താ മടി? ഒരു സംഘടനയുടെയും പേര് പ്രത്യേകിച്ച് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വർഗീയ സംഘടന എന്ന് മുദ്ര കുത്തുന്ന അല്ലെങ്കിൽ വർഗീയ സംഘടനയായി ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥ അംഗീകരിച്ച ഒരു സംഘടനയുടെയും വോട്ട് ഇതിൽ കൂടുതൽ വ്യക്തമായി ഞങ്ങൾക്ക് പറയാനില്ല. വർഗീയ സംഘടനയായ ഒരു സംഘടനയുടെയും വോട്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഓക്കെ, ശശികുമാർ, ഇന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു ഗ്രീൻ ആർമി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു MLAയുടെ നേതൃത്വത്തിൽ വീടുകൾ കയറി ഇറങ്ങി വോട്ട് പിടിക്കുന്നു എന്നൊരു ആരോപണവും ഉന്നയിച്ചിട്ടുണ്ട്. അതിന് ആരും മറുപടി പറഞ്ഞിട്ടില്ല. യാഥാർത്ഥ്യമാണോ അത്? തീർച്ചയായും ഇവിടെ ഷാഫിയുടെ ഏറ്റവും വലിയ തുറപ്പിച്ചിട്ട് വർഗീയത തന്നെയാണ്, പച്ച വർഗീയത തന്നെയാണ് ഷാഫി എല്ലാ കാലത്തും ഇവിടെ പയറ്റിയിട്ടുള്ളത്. വടകരയിൽ നമ്മൾ കണ്ടതാണ്. CPMന് സമ്മതിക്കേണ്ടി വന്നു. ഷാഫി കേരള രാഷ്ട്രീയത്തിലെ ഒരു പൊളിറ്റിക്കൽ പോയിസൺ ആണെന്ന് CPMന് പരസ്യമായിട്ട് പറയേണ്ടി വന്നു. പക്ഷേ ആ വടകരയുടെ മണ്ണിലെ ആ കാഫി സ്ക്രീൻഷോട്ട് അവിടെ ഒത്തുതീർപ്പാക്കിയിട്ടാണ് ഇടതു വലത് മുന്നണികൾ പാലക്കാട്ടേക്ക് വണ്ടി കയറിയത്. ഈ പാലക്കാടിൻ്റെ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് ഡീലുകളെ കുറിച്ച് ചർച്ച ചെയ്തപ്പോഴും ആ കാഫി സ്ക്രീൻഷോട്ടിനെ കുറിച്ച് ഇരു മുന്നണികൾ മിണ്ടുന്നില്ല.
ഈ ഡിവൈഫൈയുടെ നേതാക്കൾക്കെതിരെ റെഡ് എൻകൗണ്ടർ നടത്തണമെന്ന് പറഞ്ഞ ഷാഫി മിണ്ടുന്നില്ല. അവർ പരസ്പരം ഒത്തുതീർപ്പാക്കിയിട്ടാണ് വന്നത്. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച പാലക്കാട്ടെ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് STPI ഇവിടെ ഇന്ത്യ രാജ്യത്ത് വിജിൽ പറഞ്ഞു, ജനാധിപത്യ സംവിധാനത്തിൽ വർഗീയ സംഘടനകളിൽ നിന്ന് മുദ്ര കുത്തപ്പെട്ട ഒരു സംഘടനയും പിന്തുണമാണോ? ഇന്ത്യ രാജ്യത്തെ നിയമം മൂലം നിരോധിക്കപ്പെട്ട സംഘടന പോപ്പുലർ ഫ്രണ്ട്, നിരവധി 4000-ലധികം ക്രിമിനൽ കേസുകളും കൊലപാതകങ്ങളും ഇവിടുത്തെ പൊതുപ്രവർത്തകരെ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി കൊല ചെയ്ത ഒരു സംഘടന. പാലക്കാട് വിക്ടോറിയ കോളേജിലും നാറാണത്തും, വിജിലിൻ്റെ നാടായിട്ടുള്ള നാറാണത്തും എല്ലാം ആയുധ പരിശീലനം നടത്തി കേരളത്തിൽ സമാധാന അന്തരീക്ഷം തകർത്ത പോപ്പുലർ ഫ്രണ്ട് പോലുള്ള ഒരു ഭീകര സംഘടനയുടെ രാഷ്ട്രീയ രൂപം ഇന്ന് പരസ്യമായി രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വോട്ട് പിടിക്കുകയാണ്. ലഘുലേഖ അടിച്ചുകൊണ്ട്, ഫ്ലെക്സ് ബോർഡുകൾ അടിച്ചുകൊണ്ട്, മൈക്ക് അനൗൺസ്മെന്റ് ചെയ്തുകൊണ്ട്, പത്രസമ്മേളനത്തിൽ പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അവർ ഇന്ന് പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വോട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നു. അത് വേണ്ടെന്ന് പറയാനുള്ള ആർജവം രാഹുൽ മാങ്കൂട്ടത്തിനില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായിട്ടുള്ള വെൽഫെയർ പാർട്ടി പാലക്കാട് നഗരസഭയിൽ ഇരിക്കുന്നത് UDFന്റെ ബെഞ്ചിലാണ്. ആ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ വേണ്ട എന്ന് പറയാനുള്ള ആർജവം ഇവർക്കില്ല. പച്ചയായ വർഗീയ വികാരം ആളിക്കത്തിച്ചുകൊണ്ടാണ് ഇവർ വോട്ട് പിടിക്കുന്നത്. റിജുൽ മാക്കുറ്റി നമുക്കറിയാം, കണ്ണൂരിൽ സിറ്റിയിൽ പരസ്യമായി പശുക്കിടാവിനെ അറുത്തുകൊന്ന റിജുൽ മാക്കുറ്റി, മഹാത്മാഗാന്ധിജിയുടെ അഹിംസ എന്ന് പറയുന്ന ആ ആശയത്തെ തള്ളിക്കൊണ്ട് പരസ്യമായി പശുക്കിടാവിനെ അറുത്തുകൊന്ന റിജുൽ മാക്കുറ്റിയാണ് പാലക്കാടിൽ മുഖ്യ പ്രചാരകൻ. ഇവിടെ റിജുൽ മാക്കുറ്റീനെ ഇറക്കിയത് ശക്തമായ വർഗീയ വികാരം ആളിക്കത്തിക്കുവാൻ വേണ്ടിയിട്ടാണ്, വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ടാണ് റിജുൽ മാക്കുറ്റിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് രാഹുൽ പട നയിക്കുന്നത്. ഇതൊക്കെ തീർച്ചയായും പാലക്കാട് ജനങ്ങൾക്കറിയാം. ഇതിനെതിരെ ഒരു കൗണ്ടർ കൺസോൾട്ടേഷൻ ആണ് പാലക്കാട് മണ്ണിൽ ഉണ്ടാകാൻ പോകുന്നത്. ഓക്കെ ഷാജഹാൻ, അതുപോലെ PDPയുടെ വോട്ടുകൾ വേണ്ട എന്ന് പറയാൻ പറ്റും? PDP ആയിട്ട് ഒരു അവിശുദ്ധ ബന്ധം ഉണ്ടെന്നുള്ള വരാം അവിശുദ്ധ ബന്ധം അതും ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ CPMന്റെ സംസ്ഥാന സമിതി അംഗം P. ജയരാജൻ തന്നെ PDPയെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലൂടെ തള്ളി പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ആ പുസ്തകം പ്രകാശനം ചെയ്തത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പക്ഷേ ഇവിടെ ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ PDPയുടെ വോട്ടുകൾ നിങ്ങൾക്ക് അനിവാര്യമാണ്, PDPയുടെ വോട്ടുകൾ വേണ്ട എന്ന് പറയാനുള്ള ആർജവം ഇടതുപക്ഷത്തിനുണ്ടോ? ഇവിടെ വർഗീയതയെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിൽ വർഗീയതയ്ക്കെതിരായും മതനിരപേക്ഷതയ്ക്കെതിരായും എക്കാലവും വളരെ വ്യക്തമായ നിലപാട് സ്വീകരിച്ചു പോകുന്ന രാഷ്ട്രീയ മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത്. മതേതരത്വത്തിനെതിരായിട്ടുള്ള കടന്നുകയറ്റം ഉണ്ടാവുമ്പോഴെല്ലാം തന്നെ അതിനെതിരെ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ച് പരസ്യമായ നിലപാടുകൾ പറയുന്ന രാഷ്ട്രീയ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. രാഷ്ട്രീയ മുന്നണി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഈ പറയുന്ന രണ്ട് തരത്തിലുള്ള വർഗീയ സംഘടനകളും, ഭൂരിപക്ഷ വർഗീയതയുള്ള ആളുകളും ന്യൂനപക്ഷ വർഗീയതയുള്ള ആളുകളും ഞങ്ങളെ ചേരിതിരിഞ്ഞ് ആക്രമിക്കുന്ന സാഹചര്യമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ ഒരു പക്ഷത്ത് നിന്നുകൊണ്ടും ഒരു ഡീൽ ഉറപ്പിക്കുന്ന മുന്നണിയല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ളതാണ്. അത് കേരളത്തിന്റെ വ്യത്യസ്ത ചരിത്രത്തിൽ വിവിധ ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ആ സംഭവ വികാസങ്ങൾ അബ്ദുൽ നാസർ മദനിക്ക് ചുവപ്പ് പരവതാനി വിരിച്ചവരല്ല. അബ്ദുൽ നാസർ മദനിയുടെ രാഷ്ട്രീയ നിലപാടുകൾക്കൊന്നും ഞങ്ങൾ കൊട പിടിച്ചിട്ടില്ല. പക്ഷെ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഭരണഘടനാപരമായിട്ട് ലഭിക്കേണ്ടി ഇരുന്ന പരിഗണനകൾ അത് ലഭിക്കാതിരുന്നപ്പോൾ സ്വാഭാവികമായിട്ട് പൊതുസമൂഹത്തിൽ നിന്ന് ഇടപെടലുകൾ ഉണ്ടായപ്പോൾ അതിനൊപ്പം നിന്നു എന്നല്ലാതെ ഒരു വർഗീയ ചേരിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ഒരു കാലത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വോട്ട് അഭ്യർത്ഥിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളത് കേരളത്തിന്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ ഞാനിനി പാലക്കാട്ടെ പ്രബുദ്ധരായ വോട്ടർമാരിലേക്ക് പോവുകയാണ്. വോട്ടർമാർക്ക് പറയാനുണ്ട്, സംവദിക്കാനുണ്ട്. യെസ്, ആദ്യ ചോദ്യം. എനിക്ക് LDFന്റെ സ്ഥാനാർത്ഥിയോട് പറയാനുള്ളത്, നിങ്ങൾ ഇക്കാലമത്രയും പാർട്ടിയെ വളരെയധികം മോശമായി ചിത്രീകരിക്കുകയും അതേമാതിരി CPMനെ കുറിച്ച് വളരെ പരാമർശം നടത്തിയിട്ടുള്ള സരീനിനെ പോലുള്ള ആളുകൾ പാർട്ടിയിലേക്ക് വന്ന സമയത്ത് നിങ്ങൾ പറയുന്നു നിങ്ങൾ ജയിക്കുമെന്ന്. സരീനിനെ പോലുള്ള വ്യക്തിപരമായ അത്രയും മോശമായ പരാമർശം CPMനെതിരെ നടത്തിയിട്ടുള്ള ആളുകൾ ജയിക്കുമെന്ന് പറയുന്ന അടിസ്ഥാനം എന്താണ് മിസ്റ്റർ? അതാണ് അറിയേണ്ടത്. അതുപോലെ തന്നെ ഇക്കാലം അത്രയും രണ്ട് മുന്നണി ഇപ്പോൾ തോൽവിയുടെ പരാജയം പറയുന്നത് ഡീലാണ് രണ്ട് മുന്നണി പറയുന്നതാണ്. അതായത് പരാജയ ഭീതി മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾ പറയുകയാണ് BJP ആയിട്ട് ഡീലാണെന്ന് കോൺഗ്രസ്സുകാർ പറയുന്നു, മറ്റൊരു CPM പരസ്പരം കുറ്റപ്പെടുത്തുകയാണ്. ഇക്കാലം അത്രയും പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്ന വികസന നായകനല്ലാതെ നിങ്ങൾ കെട്ടിയിറക്കിയ സരീനെ പോലെ അതേപോലെ തന്നെ രാഹുൽ മാങ്കടത്തെ പോലെ ആളുകൾ ജയിക്കുമെന്നാണോ നിങ്ങൾ പറയുന്നത്?
എന്താ നിങ്ങൾ പറയാൻ ഞങ്ങൾ മനസ്സിലാവുന്നില്ല. ഈ പാലക്കാടിന്റെ വികസന നായകനായ കൃഷ്ണകുമാറിനെ അവിടെ വേറെ ആര് ജയിക്കാൻ പോകും? ഇന്നലെ ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുള്ള സ്ഥാനാർത്ഥികളോ? അതിനാണ് നിങ്ങൾ മറുപടി പറയേണ്ടത്. ഇവിടെ നിന്നും വ്യക്തിപരമായി എല്ലാ കാര്യവും പാലക്കാട് ജനങ്ങളെ കള്ള വോട്ട് ചേർത്തി കഴിഞ്ഞ തവണ മോശമായി എല്ലാ ജനങ്ങളും പറഞ്ഞ് അത്ര നല്ല BJP മോശമായി ചിത്രീകരിച്ചുകൊണ്ട് കള്ള വോട്ടും കള്ളപ്രചരണം നടത്തി ജയിച്ച, നിസാര വോട്ടിന് ജയിച്ച നിങ്ങളുടെ സ്ഥാനാർത്ഥി ഇവിടെ നിന്ന് മാറിപ്പോയി ഇവിടെ ജനങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഷാപ്പി പറമ്പിലെ പോലെ ആളുകൾ ഇവിടെ ജനങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതിന് നിങ്ങൾ മറുപടി പറയണം മിസ്റ്റർ. ഓക്കെ സരിന്റെ കൂറുമാറ്റം ആണ് അദ്ദേഹം പ്രധാനമായി ഉദ്ദേശിച്ചത്. സരിന്റെ കൂറുമാറ്റമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ രംഗത്ത് നിൽക്കുമ്പോൾ നിലവിലുള്ള രാഷ്ട്രീയ സംവിധാനത്തെ ഉപേക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ ആശയത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നമ്മൾ നിലവിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തോടൊപ്പം വരുന്ന ആളുകളെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും കടമയാണ്. ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല. പ്രത്യേകിച്ച് സരിനെ പോലെയുള്ള ഒരു വിദ്യാസമ്പന്നനായിട്ടുള്ള ഒരു ഡോക്ടറേറ്റുള്ള അതുപോലെ തന്നെ IAS എല്ലാം നേടിയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ, അയാളുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതെല്ലാം ഉള്ളൊരു ചെറുപ്പക്കാരൻ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിന് പൊതുപ്രവർത്തനത്തിന് ഇറങ്ങിത്തിരിക്കണമെന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം. ആദ്യം പോയിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം ശരിയല്ലെന്നും ആ രാഷ്ട്രീയം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇടതുപക്ഷത്തേക്ക് വരുന്നു. ഇത്രയും കാലിബറുള്ള ഒരു ചെറുപ്പക്കാരന് ഈ ഒരു അവസരം കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ്? അതിലൊരു തെറ്റും കാണുന്നില്ല. അദ്ദേഹത്തിൻ്റെ കാലിബറിനെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റം ഈ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണങ്ങളിലെല്ലാം തന്നെ നമുക്ക് വളരെ പ്രത്യക്ഷത്തിൽ പ്രകടമായി കാണുന്ന ഒരു വസ്തുതയാണെന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. സരിന്റെ അക്കാഡമിക് പശ്ചാത്തലമോ രാഷ്ട്രീയ പാരമ്പര്യമോ നോക്കിയിട്ടൊന്നുമല്ല സരിനെ CPM ഏറ്റെടുക്കുന്നത്. സരിൻ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ള ചില നിലപാടുകളുണ്ട്. CAA NRC സമരകാലത്ത് മെഡിക്കൽ എത്തിക്സിനെതിരായി ഒരു വിശ്വങ്കരൻ സ്വീകരിക്കാൻ പാടില്ലാത്ത ഒരു നിലപാട് സരിൻ സ്വീകരിച്ചു. പരസ്യമായി CAA അനുകൂലികൾക്ക് ഇവിടെ ചികിത്സ ലഭ്യമല്ല എന്ന പരസ്യമായി ബോർഡ് വെച്ച ഒരു ഡോക്ടറും ഇന്ത്യ മഹാരാജ്യത്തില്ല. അന്ധമായ ഒരു വർഗീയ പ്രീണനമാണ് സരിൻ ആ നടപടിയിലൂടെ സ്വീകരിച്ചത്. ആ ഒരു നിലപാട് കൊണ്ട് മാത്രമാണ് ഇടതുവശം സരിനെ ഏറ്റെടുത്തിരിക്കുന്നത്. എന്നിട്ട് അവർ മതേതരത്വം പ്രസംഗിക്കുകയാണ്. ഇത് ജനങ്ങൾ തിരിച്ചറിയും. ഇവിടെ പിന്നെ ഇവരൊക്കെ സംസാരിക്കുന്നത് കേട്ടാൽ തോന്നും ഇവരൊക്കെയാണ് ഈ രാജ്യത്ത് മതേതരത്വം കൊണ്ടുവന്നതും ഈ രാജ്യത്ത് മതേതരത്വം സംരക്ഷിക്കുന്നതും ഇവരൊക്കെയാണെന്ന് തോന്നുന്നു. BJPയുടെ പ്രതിനിധി അല്പം മുമ്പ് നിയമം കൊണ്ടുവന്നത് മതേതരത്വം കൊണ്ടുവന്നത് ഇവിടുത്തെ സാധാരണക്കാരായ ആയിരക്കണക്കിന് ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ഭൂമി അധിനിവേശം നടത്തുന്നത് നിങ്ങൾ പറയുമ്പോൾ ഞാൻ ഇടപെട്ടില്ലോ. ഞാൻ പറയുമ്പോൾ അത് കേൾക്കാനുള്ള സഹിഷ്ണുതയെങ്കിലും ഉണ്ടാവണം. ഇവിടെ വർഗീയപരമായി ഈ ചർച്ചയെ ഒരു വർഗീയ മേഖലയിലേക്ക് കൊണ്ടുപോകാനാണ് BJPയുടെ പ്രതിനിധി ശ്രമിക്കുന്നത്. ഇന്ന് BJP വിട്ടുകൊണ്ട് കോൺഗ്രസിലേക്ക് കടന്നു വന്ന BJPയുടെ സംസ്ഥാന വക്താവായ സന്ദീപ് വാര്യർ പറഞ്ഞത് എന്താണെന്നറിയോ? വെറുപ്പിന്റെ കമ്പോളത്തിൽ നിന്നാണ് ഞാൻ സ്നേഹത്തിന്റെ കടയിലേക്ക് കടന്നു വന്നതെന്ന്. അദ്ദേഹം ആ പാർട്ടിയിൽ അദ്ദേഹത്തിന് ഓർമ്മ വെച്ച നാൾ മുതൽ ആ പ്രസ്ഥാനത്തിൽ വിശ്വസിച്ച് ആ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച് ആ പ്രസ്ഥാനത്തിന്റെ ആശയവുമായി പ്രവർത്തിച്ച് മുന്നോട്ട് പോയി അവസാനം അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ തിരിച്ചറിവ് വന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം തുറന്നു പറഞ്ഞു, ഇനി ഇന്ത്യയുടെ ഇന്ത്യയുടെ DNA നിലകൊള്ളുന്ന പ്രസ്ഥാനത്തിൽ ആ മതേതരത്വത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണ്. വർഗീയപരമായി പ്രവർത്തിക്കുന്ന BJPയുമായി സന്ധി ചേരാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് സന്ദീപ് വാര്യർ ഇങ്ങോട്ട് കടന്നു വന്നത്. പിന്നെ നേരത്തെ ഇദ്ദേഹം സൂചിപ്പിച്ചു മഹാത്മാഗാന്ധിയുടെ എത്തിക്സിനെ കുറിച്ച് പറയുമ്പോൾ BJPയുടെ ആളുകൾക്ക് എന്തൊരു നാവാണെന്ന് നിങ്ങൾ ഓർക്കണം. മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്ന നാഥുറാം വിനായക് ഗോഡ്സെയെ പ്രോത്സാഹിപ്പിക്കുന്ന രാഹുൽ ഗാന്ധി മാപ്പ് പറഞ്ഞ വിഷയമാണ്. ഇന്ത്യയുടെ നീതിന്യായ സംവിധാനങ്ങൾ ആരോപണങ്ങൾ ഉന്നയിച്ച് BJP ആക്രമിക്കാൻ വരരുത്. ഒരു മിനിറ്റ് അല്ല, ഈ നാഥുറാം ഗോഡ്സെ BJPക്കാരനല്ല കേട്ടോ. അദ്ദേഹം ഒരു ഹിന്ദു തീവ്രവാദിയായിരുന്നോ? ആ ഹിന്ദു തീവ്രവാദിയുടെ ഞാനൊരു കാര്യം ചോദിക്കുന്നു. 2023-ലും 2024-ലും ഗാന്ധിവധം റീക്രിയേറ്റ് ചെയ്തത് ആരാണ് ഇന്ത്യയിൽ? ഗാന്ധിയുടെ പ്രതിമ ഉണ്ടാക്കി വെടിവെക്കുന്നത് പോലെ റീക്രിയേറ്റ് ചെയ്ത ആരാണ്? ചോദ്യത്തിന് ഉത്തരം പറയൂ. ഗാന്ധിയുടെ വധം റീക്രിയേറ്റ് ചെയ്ത ആരാണ്? BJPയുടെ പ്രതിനിധി ഉത്തരം പറയൂ. ഗാന്ധി വധം റീക്രിയേറ്റ് ചെയ്തത് ആരാണ്? 2023-ലും 2024-ലും ഇനിയും അത് തുടരുമെന്ന് പറഞ്ഞു.
അടുത്ത ചോദ്യം പെട്ടെന്ന് ഒന്ന് എഴുന്നേറ്റ് ചോദിച്ചേ, ഉഷാറ് വരട്ടെ. സംസാരിക്കാനുണ്ടോ? പ്ലീസ് ചോദ്യം രാഹുൽ സൗണ്ട് കേൾക്കണ്ടേ? പറഞ്ഞു. രാഹുലും അങ്ങോട്ട് നല്ലൊരു മനുഷ്യനാണ്, ആ ഷാഫി അമ്മയുടെ കൂട്ടുകാരനും കൂടിയാണ്. ആള് ഇവിടെ ജയിക്കണം. അതെ, ഒരു വാക്കുകൂടി പറയാം. പറഞ്ഞ മൈക്ക് പിടിക്കേ. ഇവിടെ BJP-ക്കാരും മാർക്സിസ്റ്റും ഇവിടെ വാങ്ങുന്ന സ്ഥലമല്ല. അവ മെഡിക്കൽ കോളേജ് കൊണ്ടുവന്ന ആളാ ഷാഫി പറഞ്ഞേ. മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ എന്താ? പോയിട്ടുണ്ടോ അവിടെ? മെഡിക്കൽ കോളേജ് പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടുണ്ട്. ഡോക്ടർമാരൊക്കെ ഉണ്ടോ? ഡോക്ടർമാരൊക്കെ ഉണ്ട്. ഒന്നുമില്ലേ? ഡോക്ടർമാരുണ്ടോ ഇല്ലയോ? ഉമ്മൻചാണ്ടി കേരള ആള് കൊണ്ടുവന്ന എനിക്ക് മാർക്സിസ്റ്റിനോട് സ്നേഹമുണ്ട്, നല്ല സ്നേഹമുണ്ട്. BJP-ക്കാരെ എവിടെ ജയിപ്പിക്കാൻ പാടില്ല. ശരി BJP-ക്കാരെ മതി. എന്തായാലും അന്തർധാര വളരെ വ്യക്തമാണ്. BJP ജയിക്കാൻ പാടില്ല എന്നാണ്. ഓക്കെ, ശരി. BJP-ന്റെ ആളോടാണ് ചോദിക്കാനുള്ളത്. ഇന്ന് സന്ദീപ് വാര്യർ പോയി, നാളെ ആരാണ്? ശോഭയാണോ? എന്താ നിങ്ങളുടെ പാർട്ടിക്ക് പറ്റിയ അബദ്ധം? ഒരു സുരേന്ദ്രനെ കൊണ്ട് മാത്രം ഈ കേരളത്തിൽ BJP-ക്ക് മതിയോ? BJP-ന്റെ ലാസ്റ്റ് സുരേന്ദ്രനാണോ? ഒരു വേറെ നേതാക്കന്മാരൊന്നും ആരും ഇല്ല ഇവിടെ. എന്താണ് ഈ BJP മറ്റുള്ള രാഷ്ട്രീയ പ്രവർത്തകരെയും ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികളെയും കുറ്റം പറഞ്ഞും ബാക്കിയുള്ള രാഷ്ട്രീയ പ്രവർത്തകരെ വർഗീയവാദികളെന്നും പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് കേരളത്തിൽ ഈ BJP എന്ന പാർട്ടിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ? ഒരിക്കലും നിൽക്കാൻ സാധിക്കില്ല. കൃഷ്ണകുമാർ ഈ മണ്ഡലത്തിൽ ഒരിക്കലും വിജയിക്കില്ല. കാരണം ഈ വിജയിക്കാനുള്ള സാധ്യത രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രമാണ്. ഞാൻ ഈ പരിപാടിക്ക് വരുന്നത് പാലക്കാട് നിയോജകമണ്ഡലത്തിലെ ആയിരക്കണക്കിന് അമ്മമാർ പങ്കെടുത്ത നാരീശക്തി എന്ന ഒരു വലിയൊരു പൊതുപരിപാടി. ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത് BJP-യുടെ എക്കാലത്തെയും വലിയ ക്രൗഡ് പുള്ളറായിട്ടുള്ള ശോഭാജിയാണ്. ശോഭാജി കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാട്ടെ നിരവധി കുടുംബയോഗങ്ങളിൽ, ബൂത്തുകളിൽ വീട് കയറി പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ എല്ലാ നേതാക്കളും, PK കൃഷ്ണദാസും MT രമേശും മുരളീധരനും ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും ഇവിടെ അരയും തലയും മുറുക്കി ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതൊരു വലിയൊരു ഇന്നലെ വരെ ഞാൻ പറയാന്ന് BJP ഒരു മഹാസാഗരമാണ്. ഇന്ന് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും കൂടുതൽ MLA-മാരുള്ള, ഏറ്റവും കൂടുതൽ MP-മാരുള്ള, ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിമാരുള്ള 19 കോടിയിലധികം അംഗമുള്ള ഒരു മഹാസാഗരമാണ് ഭാരതീയ ജനതാ പാർട്ടി. ഇന്ത്യയുടെ അഖണ്ഡതയ്ക്ക് വേണ്ടി ജീവൻ നൽകിയ ശ്യാം പ്രസാദ് മുഖർജിയുടെ പാർട്ടിയാണ്. ഇന്ത്യയുടെ ആശയങ്ങൾ, ഏകാത്മത, മാനവദർശനം ലോകത്തിന് സംഭാവന ചെയ്ത ദീനദയാൽജിയുടെ പാർട്ടിയാണ്. കാശ്മീരിലെ മലനിരകളിൽ, ലോകത്തിലെ ഏറ്റവും ദുർഘടമായിട്ടുള്ള മഞ്ഞുമലകളിൽ യുദ്ധം ചെയ്തുകൊണ്ട് പാകിസ്ഥാൻ്റെ കൂലിപ്പട്ടാളത്തെ കാലപുരക്കയച്ച അടൽ ബിഹാരി വാജ്പേയിയുടെ പ്രസ്ഥാനമാണ്. ലാൽ കൃഷ്ണ അദ്വാനിയുടെ പ്രസ്ഥാനമാണ്. നരേന്ദ്രമോദിയുടെ പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനത്തിൽ നിന്നും ചില കൂപമണ്ഡപങ്ങൾ ഏതെങ്കിലും സെപ്റ്റിക് ടാങ്ക് ലക്ഷ്യമിട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും സംഭവിക്കാനില്ല. ഇതൊരു മഹാസാഗരമാണ് സഹോദര, ഇതൊരു മഹാസാഗരമാണ്. ഈ സാഗരത്തിന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അടുത്ത ചോദ്യം. BJP പ്രതിനിധിനോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മൂപ്പര് ഒരു കാര്യം പറഞ്ഞു, മാട്ടിനെ അറുത്തിട്ട് എന്നുള്ളത്. ഇന്ന് മണിപ്പൂരിൽ നോക്കുമ്പോൾ മനുഷ്യനെ അറുത്ത് കൊല കൊടുക്കുന്ന BJP-ക്കാരാണ് ഇവിടെ ഉള്ളവര്. അവരാണ് മാട്ടിനെ അറുത്തിട്ട് ഈ മാട്ടിന്റെ ഭക്ഷണം ഭക്ഷിക്കാനാണ് അയാൾ പോലും. അങ്ങനെയുള്ള ആൾക്കാരാണ് നിങ്ങളോട് ചോദ്യത്തിന് മറ്റല്ല. പിന്നെ എനിക്കൊരു അവസരം പറയാൻ എന്താ പറയുക, ഈ ജനസഭ എന്ന് പറയുന്നത് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം കൂടി നിങ്ങൾ TV-യിൽ പരസ്യപ്പെടുത്തണം. അല്ലാതെ നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം പരസ്യപ്പെടുത്താൻ പോരാ. ചേട്ടൻ അപ്പൊ ആദ്യമായിട്ടായിരിക്കും ജനസഭ കാണുന്നില്ലേ? ഇപ്പൊ താങ്കൾ ഈ പറഞ്ഞത് ലോകം മുഴുവൻ കടയിൽ ലൈവായിട്ട് പോകുന്നതാ. മറുപടി ആദ്യ ജനസഭ എന്താണെന്നൊന്ന് മനസ്സിലാക്ക്. മണിപ്പൂർ എന്താ നടന്നതെന്ന് നാട്ടുകാർക്കെല്ലാം അറിയാം. മണിപ്പൂർ ഒരു ഗോത്ര കലാപം നടന്നു. അതിൽ BJP-ക്ക് ഒരു റോളുമില്ല. ഏറ്റവും കൂടുതൽ മണിപ്പൂർ വിഷയം ചർച്ച ചെയ്യപ്പെട്ട തൃശ്ശൂർ ജില്ലയിൽ BJP 75,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടി ന്യൂനപക്ഷ സമൂഹത്തിന്റെ പിന്തുണ ആർജിച്ചുകൊണ്ട് വിജയിച്ചു വന്നു. ഈ പാലക്കാടിലെ മണ്ണിലും ക്രിസ്തീയ സഭകളെല്ലാം പരസ്യമായി BJP-ക്ക് പിന്തുണ അർപ്പിച്ച ചരിത്രത്തിലെ ഒരു തെരഞ്ഞെടുപ്പാണിത്. കാരണം മുനമ്പം വിഷയത്തിൽ ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങളെ വഞ്ചിച്ച ഇടതു വലത് മുന്നണികൾക്കെതിരായിട്ടുള്ള ഒരു വിധിയെത്തവും പാലക്കാട് ഉണ്ടാകാൻ പോകുന്നത്. തീർച്ചയായും ന്യൂനപക്ഷ സമൂഹത്തിന് കൂടി വിശ്വാസം ആർജിച്ചുകൊണ്ട് BJP വലിയ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കും. വിഷയത്തിലെ ഗോത്രവർഗങ്ങളുടെ തമ്മിലുള്ള പ്രശ്നമാണെന്ന് പറഞ്ഞ് ഇദ്ദേഹം നിസ്സാരവൽക്കരിക്കുകയാണ്. അവിടെ ആളുകളെ ചുട്ടുകൊല്ലുമ്പോ, അവിടെ ആളുകളെ അടിച്ചു കൊല്ലുമ്പോ
അവിടെ ആളുകളെ വെടിവെച്ച് കൊല്ലുമ്പോ ഒരക്ഷരം മിണ്ടാതെ വിദേശ ടൂറിന് പോയ കോൺഗ്രസ് ഭരിച്ച കാലഘട്ടത്തിൽ അവിടെ കലാപം ഉണ്ടായിട്ടില്ല. ഗോത്രവർഗ കലാപമാണ് ഇവിടുത്തെ ബിഷപ്പുമാർ പറഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ പിതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. മണിപ്പൂർ നടക്കുന്നത് വർഗീയ സംഘർഷമല്ല, അത് വർഗീയ സംഘർഷമായി ചിത്രീകരിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ സ്ഥാപിത താല്പര്യങ്ങളാണ്. മണിപ്പൂർ ഒരു വർഗീയ സംഘർഷമില്ല. അവിടെ സംവരണത്തിന്റെ പേരിലുള്ള ഒരു പ്രശ്നമാണ്, ഗോത്രവർഗ കലാപമാണ്. അതിന് ദശാബ്ദങ്ങളുടെ ചരിത്രമുണ്ട്. നിങ്ങളുടെ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് മണിപ്പൂരിൽ കലാപം ഉണ്ടായത് ഒരു മിനിറ്റ് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് മണിപ്പൂരിൽ കലാപം ഉണ്ടായിരുന്നില്ല. ഇതുപോലെ കലാപങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഈ രാജ്യത്ത്, പലതരത്തിലുള്ള കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ അവിടെ പോയി ആവശ്യമായ ഇടപെടലുകൾ നടത്തി അവിടെ ആരൊക്കെയാണോ അവർക്കൊപ്പം നിൽക്കാനാണ് ഈ രാജ്യത്തെ ഭരണാധികാരികൾ ശ്രമിച്ചിട്ടുള്ളത്. ഇന്ദിരാഗാന്ധി ആനപ്പുറത്തേറിപ്പോയ കഥയൊന്നും ഞാൻ പറഞ്ഞു മനസ്സിലാക്കേണ്ട ആവശ്യമില്ലല്ലോ പ്രിയപ്പെട്ടവർക്ക്. അതുകൊണ്ട് നരേന്ദ്രമോദി, ഞാൻ ചോദിക്കുന്നത് സിമ്പിളായ ഒരു ചോദ്യം, മണിപ്പൂർ കലാപം ഒതുക്കി തീർക്കുന്നതിന് വേണ്ടി അല്ലെ മണിപ്പൂർ കലാപത്തിന്റെ അവിടെ പിന്നെ ദുഃഖം അനുഭവിക്കുന്നവർക്ക് വേണ്ടി അല്ലെങ്കിൽ അവിടെ മർദ്ദനം ഏറ്റുവാങ്ങുന്നവർക്ക് വേണ്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു 2 അക്ഷരമെങ്കിലും ഉരിയാടാൻ തയ്യാറായോ? ബിജെപിയുടെ പ്രതിനിധി മറുപടി പറയൂ. ഈ ഡൽഹിയിലെ തെരുവീതികളിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ മതന്യൂനപക്ഷമായിട്ടുള്ള സിഖ് സമൂഹം 4000-ലധികം വരുന്ന സിഖ് സഹോദരന്മാരെ കോൺഗ്രസിന്റെ കൂലിപ്പട്ടാളം അരുങ്കൊല ചെയ്തപ്പോൾ രാജീവ് ഗാന്ധി എന്താ പറഞ്ഞത്? വൻമരങ്ങൾ വീഴുമ്പോൾ ഭൂമി കുലുക്കമുണ്ടാകും എന്ന് അതിനെ ന്യായീകരിച്ച ഒരു പാർട്ടിയുടെ അണിയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇന്ന് വരെ 55 വർഷം ഇന്ത്യൻ ഭരണസമിതി ഈ രാജ്യം ഭരിച്ചിട്ടുണ്ട്. ഇന്ന് വരെ ഇവിടെ ഹിന്ദുവിന്റെയും ക്രിസ്ത്യന്റെയും ഇസ്ലാമിന്റെയും പേരിൽ തമ്മിലടിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ എന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഭരിക്കുന്ന പ്രധാനമന്ത്രിയോ അന്നത്തെ ഭരണ സംവിധാനങ്ങളോ അല്ല. ഇവിടെ ഇന്നിപ്പോ പറഞ്ഞു, മാടിനെ അർത്ഥ കാര്യം പറഞ്ഞു. എന്തിനാണ് ആ സമരവുമായി മുന്നോട്ട് പോയത്? ഈ രാജ്യത്ത് ബീഫ് കഴിക്കാൻ പാടില്ല എന്നുള്ള ഒരു നയവുമായി മുന്നോട്ട് പോയതുകൊണ്ടല്ലേ ഇവിടെ ആരെന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത്? ഇവിടുത്തെ ഈ രാജ്യത്തെ ഓരോ പൗരനും മൗലിക അവകാശം എന്നുള്ള നിലയ്ക്ക് ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ എന്ത് കഴിക്കണം, എന്ത് ധരിക്കണം, ഏത് മതത്തിൽ വിശ്വസിക്കണം, ഏത് ആചാരത്തിൽ വിശ്വസിക്കണമെന്ന് ബിജെപിയുടെ ആളുകൾ ഇവിടെയുള്ള ഇന്ത്യയിലെ ജനാധിപത്യ മതേതരത്വ വിശ്വാസികളെ പഠിപ്പിക്കേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ ശ്രീ വിജയ്, ഒറ്റ കാര്യം, ഈ മണിപ്പൂരിനെ കുറിച്ചുള്ള ആവലാതി എന്തുകൊണ്ടാ മുനമ്പത്തുകാരുടെ കാര്യത്തിൽ ഇല്ലാതെ പോയത്? മുനമ്പത്തെ പ്രശ്നത്തിന്റെ കാര്യത്തിലും കൃത്യമായി യുഡിഎഫിന്റെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്, ആരെയും കുടിയൊഴിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ ആരെയെങ്കിലും വേദനിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ ആരെയെങ്കിലും ഈ പറഞ്ഞ നാട്ടിൽ നിന്നും ജീവിക്കുന്നതിനുള്ള അവകാശം ലംഘിക്കുന്നതിനോ ഈ യുഡിഎഫിന്റെ ഒരു തരത്തിലുള്ള പിന്തുണയും ഉണ്ടാവില്ല. ഈ നാട്ടിൽ എല്ലാവർക്കും ജീവിക്കാൻ, ഒരുപോലെ ജീവിക്കാൻ, ഒരേ സ്വാതന്ത്ര്യത്തോടു കൂടി നടക്കാൻ, ഒരേ സ്വാതന്ത്ര്യത്തോടു കൂടി ഭക്ഷണം കഴിക്കാൻ, ഒരേ സ്വാതന്ത്ര്യത്തോടു കൂടി വസ്ത്രം ധരിക്കാനുള്ള അധിക അവകാശം യുഡിഎഫ് നൽകണമെന്നാണ് യുഡിഎഫിന്റെ ആളുകൾ പറഞ്ഞിട്ടുള്ളത്. നിലപാട് വ്യക്തമായി പറഞ്ഞു. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയപ്പോ ഭരണപക്ഷത്തോടൊപ്പം നിങ്ങളും കൈകോർത്തില്ലേ? എന്തുകൊണ്ട്? അവിടെ താമസിക്കുന്ന ഒരുപാട് ആളുകളുടെ കിടപ്പാടമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. എവിടെ? വഖഫ് ഭൂമി എന്ന് പറഞ്ഞ് നിങ്ങൾ ഇപ്പൊ ഇതാക്കുന്ന സ്ഥലത്ത് വഖഫ് ഭൂമി അല്ലേ അത്? മുനമ്പത്ത് ഇന്ന് ആദ്യമായിട്ട് വന്നതാണോ ഈ വിഷയം? ഈ രാജ്യത്ത് ഇത് ആദ്യമായിട്ട് വന്നതാണോ? ഞാൻ ചോദിക്കുന്ന 60 വർഷം മുനമ്പത്തെ 610 കുടുംബങ്ങൾ പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങിയത് ഇപ്പോഴാണ്. അവർ 10-25 ദിവസമായിട്ട് അവിടെ നിരാഹാര സമരത്തിലാണ്. നിങ്ങളുടെ ഏതെങ്കിലും ഒരു നേതാവ് അങ്ങോട്ട് പോയിട്ടുണ്ടോ? തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ചർച്ചയുടെ നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത് പൂർണ്ണമായും വർഗീയപരമായ ഒരു ചർച്ചയിലേക്ക് ഇതിനെ കൊണ്ടുപോയി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ വികസന മുരടിപ്പും ചർച്ച ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഉദാഹരണം. ഞാൻ ബിജെപിയുടെ പ്രതിനിധിയെ വെല്ലുവിളിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ വികസന മുരടിപ്പും ചർച്ച ചെയ്തുകൊണ്ട് വോട്ട് നേടാൻ ഇവർ തയ്യാറുണ്ടോ? ഇവിടെ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഷാഫി പറമ്പിൽ MLA നടത്തിയ വികസനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് വോട്ട് നേടാൻ ഇവർക്ക് തയ്യാറുണ്ടോ? വികസനങ്ങളല്ല ഇവരുടെ ലക്ഷ്യം. ഇവിടെയുള്ള എന്നെയും നിങ്ങളെയും മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ മെഡിക്കൽ കോളേജ് എന്താ വികസനമല്ലേ? KSRTC ടെർമിനൽ വികസനമല്ലേ? ഉത്സവം നടക്കുകയാണ്. ഞാൻ പറയുന്നത് മെഡിക്കൽ കോളേജ് പൂർണ്ണസജ്ജമായി പ്രവർത്തിക്കുന്നുണ്ടോ? അവിടെ ശസ്ത്രക്രിയ നടത്താൻ പറ്റുമോ? അവിടെ ഡോക്ടർമാരുണ്ടോ? അവിടെ എക്യുപ്മെന്റ്സ് ഉണ്ടോ? യുഡിഎഫിന്റെ ഭരണകാലത്ത് ഇവിടെ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് ഷാഫി പറമ്പിൽ MLA നേതൃത്വത്തിലാണ്. കാര്യത്തിൽ ഞാൻ ചോദിക്കുന്നത് അഭിപ്രായമുണ്ടോ? അന്ന്
മെഡിക്കൽ കോളേജിന്റെ മുഴുവൻ ഫംഗ്ഷനിങ്ങും പൂർത്തിയാക്കി ആദ്യത്തെ ബാച്ച് പഠിച്ചിറങ്ങിയതിന് ശേഷമാണ് UDFന്റെ ഭരണസമിതി കേരളത്തിൽ നിന്ന് ഭരണം ഇറങ്ങുന്നത്. അതിനുശേഷം വന്ന ഇടതുപക്ഷ ഗവൺമെന്റ് അത് പാലക്കാട് മെഡിക്കൽ കോളേജ് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആശുപത്രികളിലും ആവശ്യമായ സൗകര്യമോ ആവശ്യമായ മരുന്നുകളോ ആവശ്യമായ സേവനങ്ങളോ നൽകാൻ ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റ് തയ്യാറാവുന്നില്ല. ഇവിടുത്തെ ആരോഗ്യ മേഖല നമ്പർ 1 ആണെന്ന് പറയുമ്പോഴും ഇവിടെ സർക്കാർ ആശുപത്രികളിൽ ആവശ്യമായ സൗകര്യങ്ങളില്ല. അതിന് വേണ്ട ഫോളോ അപ്പ് നടത്തേണ്ടത് ഇടതുപക്ഷ ഗവൺമെന്റ് ആണ്. ഈ 8 വർഷമായി കേരളത്തിലെ ആരോഗ്യ മേഖല സമ്പൂർണ്ണമായി തകരാറിലാക്കിയതിന്റെ ഏക ഉത്തരവാദി കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് മാത്രമാണ്. പ്രതിനിധികൾ മാത്രമേ ഈ വർത്തമാനം പറയുകയുള്ളൂ. ഈ കഴിഞ്ഞ 8 വർഷക്കാലത്തിനിടയിൽ കേരളത്തിലെ ആരോഗ്യ മേഖല തകർന്നു എന്ന് പറയുന്നവർ ഏത് രാജ്യത്താണ് ജീവിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ലോകം മുഴുവൻ അംഗീകരിച്ചതാണ് ഈ കേരളത്തിലെ പൊതുജന ആരോഗ്യ സംവിധാനം എന്ന് പറയുന്നത്. UDF ഭരിക്കുമ്പോൾ ഇവിടെയുള്ള അവസ്ഥ അല്ല, കോവിഡിൽ ഞാനും നിങ്ങളെല്ലാം അനുഭവിച്ചാണല്ലോ. ലോകം മുഴുവൻ ഈ പറയുന്ന അമേരിക്ക ഉൾപ്പെടെ അടച്ചിട്ട് വീട്ടിലിരുന്നിട്ട് പട്ടിണി കിടന്ന ആളുകൾ ചത്തു വീണപ്പോ ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ആളുകളെ വീട്ടിലിരുത്തിക്കൊണ്ട് കിറ്റ് കൊടുത്ത് അവന് വേണ്ട എല്ലാ സൗകര്യവും കൊടുത്ത് അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ഈ കേരളത്തിൽ പിണറായി വിജയൻ ഭരിക്കുന്ന സംസ്ഥാനത്ത് മാത്രമേ ഉള്ളൂ. BJP ഭരിക്കുന്ന UPയിലില്ല, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നില്ല. അത് കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനമാണ്. ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 8 വർഷക്കാലത്തിനിടയ്ക്ക് ഈ കേരളത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തി. ഉച്ചവരെ മാത്രമുണ്ടായിരുന്ന ഡോക്ടറുടെ സേവനം വൈകുന്നേരം വരെ ആക്കി. പഞ്ചായത്തുകളിൽ താലൂക്ക് ആശുപത്രികൾ, ജില്ലാ ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ ഇതെല്ലാം തന്നെ മെച്ചപ്പെട്ട ചികിത്സയും സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളും ഏർപ്പെടുത്തുകയുണ്ടായി. ഇവിടെ UDFന്റെ പ്രതിനിധി പറഞ്ഞതുപോലെ തറക്കല്ലിട്ട് പോയി. കണ്ണൂർ വിമാനത്താവളത്തിന് തറക്കല്ലിട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എറണാകുളത്തെ മെട്രോയ്ക്ക് തറക്കല്ലിട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് കല്ലുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. UPA ഗവൺമെന്റിന്റെ കാലത്ത് ഇവിടെ നമ്മുടെ കോട്ട മൈതാനത്ത് കോച്ച് ഫാക്ടറി, കഞ്ചിക്കോടുള്ള കോച്ച് ഫാക്ടറിക്ക് കോട്ട മൈതാനത്ത് തറക്കല്ലിട്ടവരാണ് UDFക്കാർ. അത്തരത്തിലുള്ള തറക്കല്ലുകൾ ഒരുപാട് കേരളം കണ്ടു, പാലക്കാട് ജില്ലയും കണ്ടു. മെഡിക്കൽ കോളേജിനെ മെഡിക്കൽ കോളേജാക്കി മാറ്റിയത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അത് പാലക്കാടിലെ മെഡിക്കൽ കോളേജ് മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ ആരോഗ്യ സംവിധാനത്തെയും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ. ഷാജഹാൻ, പാലക്കാട്ടെ മെഡിക്കൽ കോളേജ്, ഞാൻ ആ ചോദ്യം ആവർത്തിക്കുകയാണ്. പാലക്കാട്ടെ മെഡിക്കൽ കോളേജിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടോ? ഡോക്ടർമാർ ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടോ? കാരണം ഈ ജനസഭ നടത്തുമ്പോൾ ഈ പ്രബുദ്ധരായ വോട്ടർമാരുടെ ആക്ഷേപം പ്രധാനമായും അതാണ്. പാലക്കാട്ടെ മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ പറ്റുന്നില്ല, അവിടെ ഡോക്ടർമാരില്ല, അവിടെ സംവിധാനങ്ങളില്ല, സൗകര്യമില്ല എന്നുള്ളത് അത് അഡ്രസ് ചെയ്തു. ഇപ്പൊ താങ്കൾ പറഞ്ഞു ഒരു ഒറ്റ കാര്യം, മെഡിക്കൽ കോളേജ് കഴിഞ്ഞ കാലങ്ങളിൽ ഘട്ടം ഘട്ടമായിട്ട് അവിടെ വികസനം മാത്രമേ വന്നിട്ടുള്ളൂ. ഒരു ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ള, ഇവിടെ ഇപ്പൊ പറഞ്ഞില്ലേ ഇവര് ഇറങ്ങി പോകുമ്പോ ഒരു ബാച്ച് കഴിഞ്ഞു എന്നുള്ളത്. ആ ബാച്ച് ജില്ലാ ആശുപത്രിയിൽ വെച്ചിട്ടല്ലേ നടത്തിയത്. ആ ബാച്ചും ആ പഠന സൗകര്യങ്ങളും എല്ലാം അത് മാറ്റി അവിടെ OP കൊണ്ടുവന്നു, കിടത്ത ചികിത്സയിലേക്കും കൊണ്ടുവന്നിട്ടു. പരിമിതികളുണ്ടാവാം. അത് ഒരു സർക്കാർ എന്നുള്ള രീതിയിൽ പണം ചെലവഴിക്കുമ്പോൾ പരിമിതികളുണ്ടാവും. ആ പരിമിതി മറികടന്നുകൊണ്ടാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഘട്ടം ഘട്ടമായി മുന്നോട്ട് പോകുന്നത്. UDFന്റെ കാലത്തുള്ളതുപോലെയുള്ള ദുരന്തം സർക്കാരിന്റെ പൊതുമേഖല അല്ലെങ്കിൽ പൊതുജനാരോഗ്യ സംവിധാനത്തിൽ ഇല്ല എന്നുള്ളത് 8 വർഷം മുമ്പ് സർക്കാർ ആശുപത്രിയിൽ പോകുന്നവനും ഇപ്പൊ സർക്കാർ ആശുപത്രിയിൽ പോകുന്നവനും വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി ഈ പരിമിതികൾ പരിഹരിക്കേണ്ടത് ആരാ? ഞങ്ങളാണോ പരിഹരിക്കേണ്ടത്? ഈ പരിമിതികൾ പരിഹരിക്കേണ്ടത് പ്രതിപക്ഷത്തിരിക്കുന്നവരാണോ? ഭരണപക്ഷത്തിരിക്കുന്ന കേരളത്തിലെ നമ്പർ 1 ആരോഗ്യ നില എന്ന് പറയുന്നത്, ലോകത്തെ നമ്പർ 1 ആരോഗ്യം എന്ന് പറയുന്നത് കേരളത്തിലാണ് എന്ന് നാഴികക്ക് 40 വട്ടം പറയുന്ന ഇവരാണ് പറയുന്നത് കേരളത്തിലെ ആശുപത്രികളിൽ പരിമിതികൾ ഉണ്ട് എന്ന്. പിന്നെ ആ പ്രതിനിധി പറഞ്ഞ വേറൊരു കാര്യം പറയാം, തറക്കല്ലിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഞാൻ അദ്ദേഹത്തെയും കൂട്ടി വയനാട്ടിലേക്ക് പോവാം. വയനാട്ടിൽ ഒരു മെഡിക്കൽ കോളേജ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതിന് തറക്കല്ലിട്ടിട്ടുണ്ട്. എവിടെ വരെയായി? അതിന്റെ ഫൗണ്ടേഷൻ വർക്കെങ്കിലും പൂർത്തിയാക്കാൻ ഇടതുപക്ഷ ഗവൺമെന്റിന് ഈ സമയം വരെ സാധിച്ചിട്ടുണ്ടോ? തറക്കല്ലിട്ടിട്ട് എത്രയായി? അതുപോലെ ഞാൻ പറയാം, കൊച്ചി മെട്രോ കൊണ്ടുവന്നിട്ട് അതിന്റെ എക്സ്റ്റൻഷന് വേണ്ടി തറക്കല്ലിട്ടല്ലോ. കൊച്ചി മെട്രോയുടെ എക്സ്റ്റൻഷന് വേണ്ടി തറക്കല്ലിട്ടിട്ട് 1 മീറ്റർ എങ്കിലും ആ കൊച്ചി മെട്രോയുടെ പണി പുരോഗമിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ? നിങ്ങൾ നേരത്തെ പറഞ്ഞു കിറ്റിന്റെയും പെൻഷന്റെയും കാര്യം. എത്ര മാസമായി ഇവിടുത്തെ സാധാരണക്കാർക്ക് ക്ഷേമ പെൻഷൻ കിട്ടിയിട്ട്? ഇവിടുത്തെ സാധാരണക്കാർ മറുപടി പറയട്ടെ. ഞാൻ വെല്ലുവിളിക്കുന്നു. 18 മാസം വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ?
അതിലെ സാമ്പത്തിക പ്രതിസന്ധി കേരളത്തിന് ആ സാമ്പത്തിക പ്രതിസന്ധിക്ക് എതിരായിട്ട് ഒരക്ഷരം മൂരിയാടാൻ കേരളത്തിൽ ഇവിടെ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ വേണ്ടി മദ്യത്തിന് സെസ് ഏർപ്പെടുത്തി, പെട്രോളിനും ഡീസലിനും സെസ് ഏർപ്പെടുത്തി, എന്നിട്ട് സാമൂഹിക സുരക്ഷാ പെൻഷൻ കൊടുക്കണ്ടോ? 2500 രൂപയായി വർദ്ധിപ്പിക്കുമെന്നാണ് ഇടതുപക്ഷ മുന്നണിയുടെ പ്രകടന പത്രികയിൽ പറയുന്നത്. 5 നയ പൈസ വർദ്ധിപ്പിച്ചില്ല. ഇന്ന് 5 മാസത്തെ കുടിശ്ശികയുണ്ട്. അത് മാത്രമല്ല 65 ലക്ഷം ഗുണഭോക്താക്കൾ ഉണ്ടായിരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ ഇന്ന് 50 ലക്ഷം പേർ മാത്രമേ ഉള്ളൂ. 15 ലക്ഷം സാധാരണക്കാരെ ഇവർ മനുഷ്യത്വരഹിതമായി വെട്ടിനീക്കി. ആ പദ്ധതിയിൽ നട്ടാൽ കുറുക്കാത്ത മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട്, അശാസ്ത്രീയമായിട്ടുള്ള കാലഹരണപ്പെട്ട മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് ഇവിടുത്തെ പാവപ്പെട്ട വയോജനങ്ങളെയും ഭിന്നശേഷിക്കാരെയും കർഷക തൊഴിലാളികളെല്ലാം സാമൂഹിക സുരക്ഷാ പെൻഷനിൽ നിന്നും വെട്ടിനിരത്തിയ ഒരു സർക്കാരാണ് ഇടതുമുന്നണി സർക്കാർ. അവർക്കെതിരെ ഒരു ജനവികാരമുണ്ട്, ഇവിടുത്തെ സാധാരണക്കാരുടെ ജനവികാരമുണ്ട്. പിന്നെ ഇവരുടെ വികസന വിരുദ്ധ കാഴ്ചപ്പാടിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പാലക്കാട് മെഡിക്കൽ കോളേജ്, പാലക്കാട് ഇൻഡോർ സ്റ്റേഡിയം, പാലക്കാട് റിംഗ് റോഡ് പദ്ധതിയിൽ വരുന്ന സ്റ്റേഡിയം, കൽവാക്കുളം ബൈപ്പാസ്, ടൗൺ ബസ് സ്റ്റാൻഡ്, മേലാമ്പുറി ബൈപ്പാസ്, ഇത്രയധികം ഗതാഗതക്കുരുക്ക്. ഞാൻ ഇവിടെ വരുമ്പോൾ 1 മണിക്കൂർ എടുത്തു 1 കിലോമീറ്റർ യാത്ര ചെയ്യാൻ വേണ്ടി. പാലക്കാട് നഗരത്തിൽ മുഴുവൻ ഗതാഗതക്കുരുക്ക്. ഞാൻ പറയാം, നഗരസഭയ്ക്ക് പരിമിതമായിട്ടുള്ള സാമ്പത്തിക സംവിധാനങ്ങളേ ഉള്ളൂ. MLA ഫണ്ടുണ്ട്, MP ഫണ്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പ്രവർത്തനം തുടങ്ങിയ സ്റ്റേഡിയം, കൽവാക്കുളം ബൈപ്പാസ് 1 കിലോമീറ്റർ പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ? ടൗൺ ബസ് സ്റ്റാൻഡ്, മേലാമുറി ബൈപ്പാസ്, പാലക്കാട് മെഡിക്കൽ കോളേജിൽ ഒരു സർജിക്കൽ യൂണിറ്റ് ഉണ്ടോ? ഒരു ICU ഉണ്ടോ? പ്രോമോ കെയർ ഉണ്ടോ? ഡോക്ടർമാരുണ്ടോ? അനിൽ, ഇവിടെ 8753 ഡോക്ടർമാരാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഒരു തൊഴിലിന് വേണ്ടി കാത്തിരിക്കുന്നത്. ഇവിടെ ഒരു ഡോക്ടറെ PSC വഴി നിയമിച്ചിട്ടുണ്ടോ? 750 കോടി ചെലവാക്കിക്കൊണ്ട് ഒരു മെഡിക്കൽ കോളേജ് പണിതു. അവിടെ 450-ലധികം നിയമനങ്ങൾ നടത്തി. ഒരു നിയമനം PSC വഴി നടത്തിയതാണോ? യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നല്ലോ, യുവജന പ്രസ്ഥാനത്തിലൂടെ വന്നതാണ്. 2014 AK ബാലൻ നിയമസഭയിൽ ചോദ്യം ഉന്നയിച്ചു, ഈ പാലക്കാട് മെഡിക്കൽ കോളേജിൽ നിയമനങ്ങൾ എങ്ങനെയാണ്, PSC വഴിയാണോ എന്നൊക്കെ ചോദ്യങ്ങൾ ഉന്നയിച്ചു. DYFI സമരം ചെയ്തിട്ടുണ്ട്. ഇവർ അധികാരത്തിൽ വന്നപ്പോൾ 121 പേരെ നോട്ടുകെട്ടുകളുടെ ബലത്തിൽ നിയമനം, ഷാഫി പറമ്പിൽ നിയമനം നൽകിയ 121 പേരെ സ്ഥിരപ്പെടുത്തുന്ന സമീപനമാണ് ഇടതുപക്ഷം സ്വീകരിച്ചത്. യുവജന വഞ്ചന കൂടിയുണ്ട് ഈ മെഡിക്കൽ കോളേജിന്റെ പിന്നിൽ. കൊടിയ യുവജന വഞ്ചന കൂടി ഇവിടെ ചർച്ച ചെയ്യപ്പെടണം. ഒരു കെട്ടിടം ഉയർന്നു എന്നല്ലാതെ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ചികിത്സ നൽകാനുള്ള ഒരു സംവിധാനവും 10 വർഷക്കാലമായിട്ട് ആ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. പിൻവാതിൽ നിയമനങ്ങളുണ്ടോ? കേരളത്തിൽ പിണറായി വിജയന്റെ ഭരണം വന്നതിന് ശേഷം പിൻവാതിൽ നിയമനങ്ങൾ സജീവമാണ്. ആ പിൻവാതിൽ നിയമനങ്ങൾക്കെതിരെ സമരം ചെയ്തതിന്റെ പേരിലാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ, UDFന്റെ നിലവിലത്തെ സ്ഥാനാർത്ഥി, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ജയിൽവാസം ഉൾപ്പെടെ അനുഭവിക്കേണ്ടി വന്നത്. ഇവിടുത്തെ PSC അട്ടിമറിക്കുന്നതിനെതിരെ സമരം ചെയ്തതിന്റെ പേരിലാണ് ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിൽവാസം ഉൾപ്പെടെ അനുഭവിക്കേണ്ടി വന്നത്. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറഞ്ഞല്ലോ, UDFന്റെ ഭരണകാലയളവിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുമ്പോൾ ഇവിടെ 18 മാസത്തെ പെൻഷൻ ഇവിടെ മുടങ്ങിക്കിടന്നുവെന്ന് നിയമസഭാ രേഖ ഞാൻ ഹാജരാക്കി തരാം. ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നു. അദ്ദേഹം വിവരാവകാശ രേഖ കൊടുത്തുകൊണ്ട് അദ്ദേഹം കൊണ്ടുവരട്ടെ. 18 മാസത്തെ പെൻഷൻ ഇവിടെ പെൻഡിംഗ് ആണെന്ന് അദ്ദേഹം തെളിയിക്കുകയാണെങ്കിൽ എന്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. അദ്ദേഹം തയ്യാറുണ്ടോ? വെല്ലുവിളി ഏറ്റെടുക്കാൻ അദ്ദേഹം തയ്യാറുണ്ടോ? ഇനി ഞാൻ BJPയുടെ പ്രതിനിധി പറഞ്ഞതിനുള്ള മറുപടിയും കൂടി ഞാൻ പറയാം. ഇവിടെ സ്റ്റേഡിയത്തിന്റെ കാര്യം പറഞ്ഞു. ഇവിടെ മുനിസിപ്പാലിറ്റിയുടെ അധീനത്തിൽ ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയം ഉണ്ട്. ആ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ഇതുവരെ തയ്യാറായോ? മുനിസിപ്പാലിറ്റിയുടെ മുഴുവൻ ചുറ്റളവിലും പ്രിയപ്പെട്ട BJPയുടെ പ്രതിനിധി ഒന്ന് പോയി നോക്കണം, ഒരു ഓട്ടോ പിടിച്ച് പോയി നോക്കണം. മുനിസിപ്പാലിറ്റിയിൽ നല്ലതായ ഒരു റോഡ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? മുനിസിപ്പാലിറ്റിയിൽ ഒരു റോഡ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഓട്ടെ, എല്ലാത്തിനും ഉപരിയായി ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി പറഞ്ഞതെന്താ? ഈ രാജ്യത്തെ പെട്രോളിന്റെയും ഡീസലിന്റെയും വില, ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞപ്പോഴും പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറക്കാതിരുന്നപ്പോൾ അവർ പറഞ്ഞത് ഈ നാട്ടിൽ കക്കൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിക്കുന്നത്. പാലക്കാട് മുനിസിപ്പാലിറ്റി മുൻകൈ എടുത്തുകൊണ്ട് ഒരു ശൗചാലയം നിർമ്മിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ ഈ മുനിസിപ്പാലിറ്റിയിൽ? എന്നിട്ടാണോ നിങ്ങൾ വികസനത്തെ കുറിച്ച് പറയുന്നത്? എന്നിട്ട് MLA ഫണ്ടിനെ കുറിച്ച് പറയുന്നു. MLA ഫണ്ടിന്റെ പരിമിതി എത്രയാണെന്ന് നിങ്ങൾക്കറിയാം. 5 കോടി രൂപയാണ് ഒരു വർഷം ഒരു MLA കിട്ടുന്നത്. ആ MLA ഫണ്ട് ഏറ്റവും കൃത്യമായ രീതിയിൽ ഈ വിനിയോഗിച്ച കേരളത്തിലെ നമ്പർ 1 MLA മാരിൽ ഒരാള് അത് ഷാഫി പറമ്പിൽ MLA ആണ് പാലക്കാട്. അത് മനസ്സിലാക്കണം. KSRTC ടെർമിനൽ ഇവിടുത്തെ അതിന്റെ അവസ്ഥ എന്താ? ഇപ്പോ KSRTC ടെർമിനൽ വളരെ വ്യക്തമായ പ്രവർത്തനമുണ്ട്. എന്താ പ്രശ്നം? പറയട്ടെ.
അവിടെ ശൗചാലയമില്ല, സ്ത്രീകളുടെ വിശ്രമ മുറിയില്ല, ബസ്സുകൾ റോഡിൽ നിർത്തണം. പാലക്കാടുള്ള ജനങ്ങൾ കയറി ഇറങ്ങുന്ന KSRTC ടെർമിനലിൽ ഒരു ശൗചാലയം ഇല്ല എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന പാർട്ടിയുടെ ആളാണ് പറയുന്നത്. KSRTC ടെർമിനലിൽ ഒരു ശൗചാലയം ഇല്ല. ഒരു ശൗചാലയം നിർമ്മിക്കാൻ ഒരു നടത്താൻ പറ്റുന്നില്ല. അവിടെ മുനിസിപ്പാലിറ്റിയുടെ ശൗചാലയമുണ്ട്. ചെലവഴിച്ചത് ആ കൂട്ടത്തിൽ ഒരു ശൗചാലയം കൂടെ പണിത് കൊടുത്താൽ ഫണ്ട് എങ്ങനെയാണ് ഉപയോഗിച്ചത് നിങ്ങൾക്കറിയോ? MLA ഫണ്ട് UDF ഭരണകാലത്ത് അതിന് ഫണ്ട് വെച്ചിട്ട് ആ പദ്ധതിയുടെ എക്സ്റ്റൻഷന് വേണ്ടി ഈ പിന്നീട് വന്ന ഇടതുപക്ഷ ഗവൺമെന്റ് ഒരു തരത്തിലുള്ള ഫണ്ടും അനുവദിക്കാതിരുന്നപ്പോൾ ഓരോ വർഷവും ഓരോ കോടി രൂപ പൂർണ്ണമായും MLA ഫണ്ടിൽ നിന്നും നീക്കിവെച്ചിട്ടാണ് ആ KSRTC ടെർമിനൽ അവിടെ നിയോഗിച്ചത്, അല്ല അവിടെ പൂർത്തിയാക്കിയത്. അപ്പോൾ അത്രയും റിസ്ക് MLA ഫണ്ടിൽ നിന്നും എടുത്തുകൊണ്ട് ഇവിടുത്തെ പാവപ്പെട്ടവന് വേണ്ടി അത്തരം വലിയൊരു ടെർമിനൽ അവിടെ സൃഷ്ടിക്കുമ്പോൾ അതിന് ചീര നനയുമ്പോൾ വാഴ നനയുക എന്നുള്ളൊരു നാടൻ പ്രയോഗമുണ്ട്. ഒരു കൈ കൊണ്ടെങ്കിലും ഒരു കൈത്താങ് നൽകാൻ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ഭരണാധികാരികൾക്ക് സാധിച്ചോ? എന്നിട്ട് ഇവര് മറച്ചു വെക്കുകയാണ്. MLA മുകളിലേക്ക് മുഴുവൻ മറച്ചു വെക്കുകയാണ്. മറുപടി പറഞ്ഞ ആദ്യ MLA ഫണ്ടാണല്ലോ വിഷയം. ഇവിടെ ഷാഫി പറമ്പിൽ ഏറ്റെടുത്തിട്ടുള്ള ഒരു മെഗാ പ്രൊജക്ട് ആണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന 4500-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന മോയങ്കസ് സ്കൂളിലെ ഡിജിറ്റൽ വർക്കാണ്. അവിടെ MLA ഫണ്ട് മാത്രമല്ല, ശ്രീമാൻ AK ആന്റണിയുടെ ഫണ്ട്, സച്ചിൻ ടെണ്ടുൽക്കർ ഫണ്ട്, നിരവധി ഫണ്ടുകൾ പൂൾ ചെയ്തുകൊണ്ട് 8 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റ് ആരംഭിച്ചു. 10 വർഷം കഴിഞ്ഞു, ഒരു സംവിധാനവും അവിടെ ഉണ്ടായിട്ടില്ല. ഒട്ടും സുതാര്യമല്ലാത്ത രീതിയിൽ ഒരു എംപവർ കമ്മിറ്റി. ഷാഫിയുടെ എല്ലാ പ്രൊജക്റ്റുകളും തന്നെയാണ് സുതാര്യമായിട്ടുള്ള ടെൻഡർ നടപടികളില്ല, ബിഡിംഗ് ഇല്ല, ഒന്നുമില്ല. ഒരു തട്ടിക്കൂട്ട് സംവിധാനമാണ് അത്. ടൗൺ ഹാളിലും അങ്ങനെ തന്നെയാണ്. അക്രഡിറ്റഡ് ഏജൻസി എന്ന് പറഞ്ഞുകൊണ്ട് ഹാബിറ്റാറ്റിനെ ഏൽപ്പിച്ചു. കോടികൾ അവിടെ പാഴാക്കി എന്നല്ലാതെ ഇപ്പോഴും ടൗൺ ഹാൾ കാട് പിടിച്ച് കിടക്കുകയാണ്. ഇവിടെ മോയങ്കേഴ്സ് സ്കൂളും അതേ തന്നെയാണ്. MLA ഫണ്ട് ഇത്രയധികം വിവേചനം കാണിച്ച ഒരു MLA ഈ കേരളത്തിൽ ഉണ്ടാകില്ല. ഞാൻ വിവരാവകാശം കൊടുത്ത വ്യക്തിയാണ്, പാലക്കാട് നഗരസഭയിലെ കൗൺസിലറാണ്. അദ്ദേഹം പാലക്കാട് നഗരസഭയിൽ 44 SC കോളനികളുണ്ട്. നഗരസഭാ പരിധിക്ക് പുറത്ത് അത്ര തന്നെ ഒരു 45ഓളം SC കോളനികൾ, ഒരു 100ഓളം വരുന്ന SC കോളനികൾക്ക് കഴിഞ്ഞ 13 വർഷക്കാലത്തിനിടയ്ക്ക് MLA നടപ്പിലാക്കിയിട്ടുള്ള വികസന പദ്ധതിയെക്കുറിച്ച് ഒരു സംവാദത്തിന് തയ്യാറാണോ? ഞാൻ വിവരാവകാശം കൊടുത്തിട്ടുണ്ട്. എനിക്ക് കിട്ടിയ മറുപടി അങ്ങനെ SC കോളനികൾക്ക് വേണ്ടി MLA ഫണ്ട് വിനിയോഗിക്കുന്ന കീഴ്വഴക്കമില്ല എന്ന ഉത്തരമാണ് കിട്ടിയത്. MLAക്ക് താല്പര്യമുള്ള മേഖലയിൽ സാമുദായികമായി വിവേചനം കാണിച്ച് MLA ഫണ്ട് വിനിയോഗിച്ച ഒരു MLA ഷാഫി പറമ്പിൽ മാത്രമാണ്. എല്ലാ പദ്ധതികളിലും അഴിമതി കാണിച്ച ഒരു MLA ആണ് ഷാഫി പറമ്പിൽ. എത്തിച്ചേരും. അതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രശ്നം. MLA ഫണ്ട് നിങ്ങൾ കൊടുത്തോളൂ. MLA ഫണ്ട് കണക്ക് കൊടുത്തോളൂ. പാലക്കാട് ജനങ്ങൾക്കറിയാം MLA ഫണ്ടിന്റെ സിംഹഭാഗം എവിടേക്കാണ് പോയത്, ആ മേഖലകൾ എങ്ങനെയാണ്, അതിന്റെ സ്വഭാവം എന്താ എന്ന് പാലക്കാട് ജനങ്ങൾക്കറിയാം. ഇന്ത്യയിൽ ആദ്യമായി SC/ST വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടി ഒരു മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നത് പാലക്കാട് MLA ഷാഫി പറമ്പിലാണ്. മനസ്സിലാക്കണം നിങ്ങൾ. ചോദിക്കാം പെട്ടെന്ന്. ആരാ ചോദിക്ക്. ഞാൻ ഏത് പാർട്ടി അനുഭാവിയല്ല. ഒന്ന് എഴുന്നേറ്റ് തന്നെ. മൈക്ക് ചേർത്ത് പിടി. ഞാൻ ഏത് പാർട്ടി അനുഭാവിയല്ല. എന്റെ ക്വസ്റ്റ്യൻ ആർക്ക് വേണമെങ്കിലും ആൻസർ ചെയ്യാം. കേരളത്തിലുള്ള അൺഎംപ്ലോയ്മെന്റ് റേറ്റിൽ ഏകദേശം 15 വയസ്സ് തൊട്ട് 29 വയസ്സുള്ളവരുടെ ഇടയിൽ ഏകദേശം 10-ൽ 3 ആളുകൾ ജോലിയില്ലാത്തവരാണ്. ആണോ? നിങ്ങളെ ഒരു നേതാക്കന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാൾ കോൺഗ്രസ്സുകാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ BJP-കാരൻ്റെ കോട്ടങ്ങളെ കുറിച്ച് പറയുകയും കമ്മ്യൂണിസ്റ്റുകാരനെ കുറിച്ച് ഞാൻ അവരെ കുറിച്ച് പറയും. ഇവരുടെ നേട്ടങ്ങളെ കുറിച്ച് പറഞ്ഞ് വോട്ട് ചെയ്യിക്കാനുള്ള കപ്പാസിറ്റി വേണം അവർക്ക്. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ആരോഗ്യകരമായ ചർച്ച എന്ന് പറയുന്നത് ഓപ്പോസിറ്റുള്ള ആളുകൾ പറയുന്നത് കേൾക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് മെച്യൂരിറ്റി ആയിട്ട് ഞാൻ കാണുന്നത് അതാണ്. നിങ്ങൾക്ക് മെച്യൂരിറ്റി കുറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മനസ്സിലായ? ഒരു കോമൺ മാൻ ആയിട്ടുള്ള എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. പാലക്കാട്ടുള്ള അൺഎംപ്ലോയ്മെന്റ് റേറ്റിന് നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? നിങ്ങളുടെ MLA-മാർ ജയിച്ചു വന്നാൽ എന്ത് ചെയ്യും? ഓക്കെ, വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒരു മിനിറ്റ്. ഈ അടുത്ത കാലത്ത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ പുറത്തുവിട്ട ഒരു സർവേയിൽ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. 31.8% കേരളത്തിൻ്റെ തൊഴിലില്ലായ്മ നിരക്ക്. ഇവിടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ മാത്രം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 34 ലക്ഷം പേരാണ്. ഇത്രയധികം തൊഴിലാണ്. ഇവിടുത്തെ വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രമല്ല തൊഴിലിന് വേണ്ടി കൂടി കേരളത്തിന് പുറത്തും രാജ്യത്തിന് പുറത്തേക്കും ചേക്കേറേണ്ട ഒരു അവസ്ഥയിലാണ്. ഇവിടെ 10 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു
സംരംഭവും കഴിഞ്ഞ കാലഘട്ടത്തിൽ ഈ സംസ്ഥാനത്ത് വന്നിട്ടില്ല, ഈ ജില്ലയിൽ വന്നിട്ടില്ല, ഈ മണ്ഡലത്തിലും വന്നിട്ടില്ല. ആ സമയത്താണ് നരേന്ദ്രമോദി സർക്കാർ ഈ പാലക്കാട് ജില്ലയ്ക്ക് വേണ്ടി 3810 കോടി രൂപയുടെ 51,000 പേർക്ക് തൊഴിൽ നൽകാൻ കഴിയുന്ന ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പദ്ധതി പ്രഖ്യാപിക്കുന്നത്. 3000 കോടി രൂപയുടെ IIT കഞ്ചിക്കോടിൽ യാഥാർത്ഥ്യമായി, അവിടെ ബാച്ചുകൾ പഠിച്ചിറങ്ങുന്നു. അതുപോലെ തന്നെ മെഗാ ഫുഡ് പാർക്ക്, ഡിഫൻസ് പാർക്ക്, അങ്ങനെ എണ്ണിയാൽ ഒതുങ്ങാത്ത വികസന പദ്ധതികളാണ് നരേന്ദ്രമോദി സർക്കാർ ഈ പാലക്കാട് നടപ്പിലാക്കിയത്. നിരവധി പേർക്ക് തൊഴിൽ നൽകാൻ സാധിച്ചു. ഇനിയും തൊഴിൽ നൽകാൻ BJPക്ക് സാധിക്കുന്നുണ്ട് എന്ന വസ്തുത ഇവിടെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്റെ ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ് ഈ കാലഘട്ടത്തിൽ. എനിക്ക് സഹോദരൻ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയില്ല, ഈ രാജ്യത്തും ഈ സംസ്ഥാനത്തും ഏറ്റവും കൂടുതൽ യുവാക്കൾക്ക് PSC മുഖേന തൊഴിൽ കൊടുത്തിട്ടുള്ള ഗവൺമെൻറ് അത് UDFൻ്റെയും UPAയുടെയും ഗവൺമെൻറ്റാണ്. ഇപ്പം നിങ്ങൾ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് പാലക്കാട് ഞങ്ങളുടെ സ്ഥാനാർത്ഥി തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ യുവാക്കൾക്ക് വേണ്ടി ജോലി തരുന്നതിന് വേണ്ടി എന്താണ് ചെയ്യാന്നുള്ളത്. ഇന്ന് പാലക്കാടിൻ്റെ UDFൻ്റെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടം പറഞ്ഞൊരു കാര്യം, പാലക്കാട് കേന്ദ്രീകരിച്ചൊരു IT പാർക്ക് സ്ഥാപിക്കും, യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരം ഉണ്ടാക്കുന്ന തരത്തിലുള്ള IT പാർക്ക് സ്ഥാപിക്കും, പാലക്കാട് ജോബ് കരിയർ ഫെസ്റ്റ് സംഘടിപ്പിക്കും, യുവാക്കൾക്ക് സ്വയം തൊഴിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടി സ്റ്റാർട്ടപ്പുകൾ അതിന് ഗവൺമെന്റിന്റെ പിന്തുണയില്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനികളുടെ പിന്തുണയോട് കൂടി സ്റ്റാർട്ടപ്പുകളുടെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തെരഞ്ഞെടുക്കപ്പെടുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിലുള്ള MLA നിർബന്ധമായും അത് നടത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ശരി, ഓക്കെ. ഷാജഹാൻ, തൊഴിലില്ലായ്മ പരിഹരിക്കാൻ പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലെ തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ടുള്ള സുഹൃത്ത് ചോദിച്ചത് ഇതിൽ കേരളമാണ്. നിങ്ങളെ ഇവിടെ ചില സ്റ്റാറ്റിസ്റ്റിക്സുകളെല്ലാം തന്നെ എടുത്ത് സൂചിപ്പിക്കുകയുണ്ടായി. ഇന്ന് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ സർക്കാർ മേഖലയിൽ തൊഴിൽ കൊടുത്തിട്ടുള്ളത് കേരളത്തിലാണ് എന്നുള്ളത് എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. PSCയുടെ കണക്കെടുത്ത് പരിശോധിച്ചാൽ ഇപ്പോ മറ്റ് സംസ്ഥാനങ്ങളിലെ ജനസംഖ്യയും കേരളത്തിലെ ജനസംഖ്യയും മറുപടി ഞാൻ കൊടുക്കട്ടെ. ഇവിടെ ഈ ഇന്ത്യയിലെ പബ്ലിക് സർവീസ് കമ്മീഷനുകൾ എടുത്ത് പരിശോധിച്ചാൽ, തൊഴിൽ കൊടുക്കുന്ന സർക്കാർ സംവിധാനങ്ങളിൽ തൊഴിൽ കൊടുക്കുന്ന കമ്മീഷനുകൾ എടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും മികച്ച രീതിയിൽ ഒഴിവുകൾ വരുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അതിൽ പരീക്ഷ നടത്തുകയും അതിൽ ഒഴിവുകൾ നികത്തുകയും ചെയ്യുന്നത് കേരളത്തിലാണ് എന്നുള്ളത് എടുത്ത് പരിശോധിച്ചാൽ ഞാൻ പറഞ്ഞു കഴിയട്ടെ. മറ്റൊന്ന്, ഈ സർക്കാർ വന്നതിന് ശേഷം ഇതിന്റെ വ്യവസായ വകുപ്പ് ഇവിടെ സ്റ്റാർട്ടപ്പുകൾ കൊണ്ടുവരുവാനും അതുപോലെ തന്നെ സംരംഭകത്വ വികസനത്തിന് വേണ്ടിയിട്ട് എന്തുമാത്രം തുക ചെലവഴിക്കുന്നുണ്ട് എന്നുള്ളതും എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. കഴിഞ്ഞ വർഷം 1 ലക്ഷം, ഒരു വർഷത്തിൽ 1 ലക്ഷം തൊഴിൽ സംരംഭങ്ങൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു പ്രത്യേക മിഷൻ തയ്യാറാക്കിയിരുന്നു. ആ മിഷൻ ഏതാണ്ട് ഒരു വർഷം പകുതിയാവുമ്പോഴേക്കും 1 ലക്ഷം തൊഴിൽ സംരംഭങ്ങൾ വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കേരളത്തിലെ പത്രമാധ്യമങ്ങളെല്ലാം തന്നെ വന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ UPSC എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തിന്റെ അവസ്ഥ എന്താണെന്ന് എടുത്ത് പരിശോധിക്കണം. റെയിൽവേ എടുത്ത് പരിശോധിക്കണം, മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ എടുത്ത് പരിശോധിക്കണം. ഇതിലൊന്നും തന്നെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. ഇന്ന് നമുക്ക് റെയിൽവേയിൽ ട്രെയിനുകളിൽ ഇൻഷുറൻസ് എടുക്കാതെ യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ്. പേടിയില്ലാതെ റെയിൽവേയിൽ യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ്. ലോക്കോ പൈലറ്റുമാർ നിരന്തരമായി സമരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, അവരുടെ ജോലി ഭാരം വർദ്ധിച്ചതിന്റെ ഫലമായിട്ട്. UPSC, നിങ്ങളുടെ PSCയുടെ കഥ പറയുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് UPSC എന്ന് പറയുന്ന സംവിധാനത്തെ എത്രമാത്രം നോക്കി കുത്തിയാക്കിയിട്ടുണ്ടെന്ന് കൂടി പറഞ്ഞാൽ നന്നായിരുന്നു. ഇതാണ് സുഹൃത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ട ഇടതുപക്ഷത്തിന്റെ പൊളിച്ചടിച്ചതാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ. ഇവിടുത്തെ ഒരു പാവപ്പെട്ടവന് ഒരു ചായക്കടയ്ക്ക് മുനിസിപ്പൽ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ, ഇവിടുത്തെ ഒരു പാവപ്പെട്ട ബാർബർ ഒരു ഷോപ്പ് തുടങ്ങി കഴിഞ്ഞാൽ അതെല്ലാം ഇവരുടെ സംരംഭത്തിന്റെ കണക്കിൽ വരികയാണ്. ഒരാൾ ഒരു DNO ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കണക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്നും കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ വ്യവസായ സൗഹൃദ സംസ്ഥാനമായി കേരളം ഉയർത്തപ്പെടുന്നു എന്ന് പറഞ്ഞത് കേന്ദ്ര ഗവൺമെന്റ് ഏജൻസിയാണ്. അത് ദേശാഭിമാനിയോ ജനയുഗമോ അല്ലെങ്കിൽ പറഞ്ഞതല്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസി. സർക്കാർ സംവിധാനങ്ങളിലെ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കേന്ദ്ര
ഗവൺമെന്റിന്റെ റേറ്റിംഗ് ഏജൻസിയും അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് സംവിധാനം എല്ലാം തന്നെ മോശമാണെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അവരുടെ കണക്ക് പ്രകാരമാണ് കേരളം മികച്ച നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി കേരളം. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ബോധപൂർവമായി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പല ദുഷ്പേരുകളുണ്ട്. കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുന്നു അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉണ്ടാക്കിയെടുത്തുള്ള കുറെ കെട്ടുകഥകളുണ്ട്. ആ കെട്ടുകഥകളെല്ലാം തന്നെ ഇല്ലാതാക്കിക്കൊണ്ട്, ദുഷ്പ്രചരണങ്ങളെല്ലാം തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നേറുകയാണ്. ഇവിടെ കേന്ദ്ര ഗവൺമെന്റാണ്, BJP ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റാണ് കഴിഞ്ഞ വർഷത്തെ കേരളത്തിലെ വ്യവസായ വകുപ്പിന്റെ പെർഫോമൻസ് ഏറ്റവും ഗുഡായിരുന്നു എന്ന് പ്രഖ്യാപിച്ചത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസികളാണ്. ചെറുപ്പക്കാരെ പറഞ്ഞ് കള്ളം പറഞ്ഞ് കബളിപ്പിക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായി PSC ഉദ്യോഗാർത്ഥികൾ കേരളത്തിൽ മുട്ടിലെഴിഞ്ഞ് സമരം ചെയ്തത് LDF സർക്കാരിന്റെ ഭരണകാലത്താണ്. പബ്ലിക് സർവീസ് കമ്മീഷനെ പിണറായി സർവീസ് കമ്മീഷനാക്കി മാറ്റിയവര്. ഇവര് പാർട്ടിക്കാരെ തിരികെ കയറ്റുന്നതിന് വേണ്ടി, പിൻവാതിൽ നിയമനങ്ങൾ നടത്തുന്നതിന് വേണ്ടി പബ്ലിക് സർവീസ് കമ്മീഷനെ പൂർണ്ണമായും വിറ്റുതുലച്ചു. വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ് കേരളമെന്ന്. ആന്റണിയും UDF-ഉം ഭരിക്കുമ്പോൾ ഈ കേരളത്തിൽ കൊണ്ടുവന്നിട്ടുള്ള നിയമന നിരോധനമൊന്നും കേരളത്തിൽ സംസ്ഥാനമായി പ്രഖ്യാപിക്കുമ്പോൾ CPM ഭരിക്കുന്ന കണ്ണൂർ ജില്ലയിലെ ആന്തൂർ നഗരസഭയിലെ സാജനെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി മറന്നുപോരുത്. വർഷങ്ങളോളം പ്രവാസ ജീവിതം നയിച്ച് ആ സമ്പാദ്യം കൊണ്ട് നാട്ടിലൊരു സംരംഭം തുടങ്ങി ജീവിക്കാൻ വന്ന അദ്ദേഹം ആത്മഹത്യ ചെയ്തത് ഇടതുപക്ഷത്തിന്റെ പിന്തിരിപ്പ നയങ്ങൾ കൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. എന്നിട്ടാണ് ഇവർ പറയുന്നത് വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ് കേരളം. അടുത്ത ചോദ്യം പെട്ടെന്ന് ഒന്നും വേണ്ട, അങ്ങ് ചോദിച്ചാൽ മതി. എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. ചോദ്യമില്ലേ? ചോദ്യം. ഈ റോഡിന്റെ വികസനം നിങ്ങൾ മൂന്ന് മുന്നണിയിലെ ഏത് ആൾക്കാരാണ് ആദ്യം നടപ്പാക്കുന്നതെന്ന് ഈ ആൾക്കാരോട് പറഞ്ഞു തന്നാൽ അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. ഓക്കെ ഈ തള്ളി മറിച്ചാ പോരാ, ചെയ്തിരിക്കണം. അവർക്ക് ഈ നാട്ടുകാർ വോട്ട് ചെയ്യും. ഞാൻ ഈ പരിസരവാസിയാണ്, അതാദ്യം പൂർത്തീകരിക്കും. ഒരു പരിസരവാസിയുടെ രോദനാണ് അത്. ഈ റോഡിന്റെ വികസനം ആര് പൂർത്തിയാക്കുന്നില്ല? 80% റോഡുകൾ PWD റോഡാണ്, 20% റോഡുകളാണ് നഗരസഭ പരിപാലിക്കുന്നത്. ഞങ്ങൾ ഈ രണ്ടാം ഭരണസമിതി അധികാരത്തിലേറുമ്പോൾ അമൃത് പദ്ധതിക്ക് വേണ്ടി 135 കിലോമീറ്റർ റോഡ് ഞങ്ങൾ പൊളിച്ചിട്ടിരുന്നു. ഈ ഒന്നാം ഭരണസമിതി 30 കോടി രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് വെച്ചിട്ടാണ് അധികാരത്തിൽ നിന്ന് പോയത്. ഞങ്ങൾ അധികാരത്തിൽ വന്ന് ഒരു കൊല്ലത്തിനുള്ളിൽ ഈ 135 കിലോമീറ്റർ റോഡ് BMBC നിലവാരത്തിൽ പുനരുദ്ധരിച്ചു, റീടാറിംഗ് നടത്തി. ഇന്ന് പാലക്കാട് നഗരത്തിലെ പ്രധാന റോഡുകളെല്ലാം തന്നെ BMBC റോഡുകളുടെ നിലവാരത്തിൽ പുനരുദ്ധരിച്ചു. PWD റോഡുകൾ അത് ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരാണ്, MLA ആണ്. MLA എന്ത് ചെയ്തു? ഇവിടുത്തെ ലിങ്ക് റോഡുകളുടെ കാര്യത്തിൽ MLA എന്ത് ചെയ്തു? ഒരു ഹൈമാസ് ലൈറ്റോ മിനിമാസ് ലൈറ്റോ വയ്ക്കലല്ല MLAയുടെ ഉദ്ദേശം. ഇവിടുത്തെ ഗതാഗത കുരുക്കിന് 13 വർഷത്തിനുള്ളിൽ 1 കിലോമീറ്റർ റോഡ്, പുതിയ റോഡ് നിർമ്മിക്കാൻ MLAക്ക് സാധിച്ചോ? അത് മറുപടി പറയട്ടെ. MLAയുടെ ഫണ്ടിനെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. 5 കോടി രൂപയാണ് ഒരു വർഷത്തെ ഫണ്ട് എന്ന് പറയുന്നത്. അദ്ദേഹം ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കുന്ന MLA-മാരിൽ ഒരാളാണ് ഷാഫി പറമ്പിൽ MLA എന്ന് പറയുന്നത്. ഈ റോഡിന്റെ അവസ്ഥ ചേട്ടൻ ചോദിച്ചാൽ എനിക്കറിയില്ല. ഇത് സ്റ്റേറ്റ് ഹൈവേ ആണോ ദേശീയ പാതയാണോ എനിക്കറിയില്ല. ഇനി ആരായാലും ഞാൻ പറയാൻ ആര് പറഞ്ഞാലും ഇത് ഇനി PWD റോഡാണെങ്കിൽ അതിന് മറുപടി പറയേണ്ടത് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയാണ്. ദേശീയപാതയാണെങ്കിൽ അതിന് മറുപടി പറയേണ്ടത് BJP-യുടെ പ്രതിനിധിയാണ്. മുനിസിപ്പാലിറ്റി അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മിച്ചത് കേന്ദ്ര സർക്കാരാണ്. ഏറ്റവും അവസാനമായി ഗ്രീൻഫീൽഡ് ദേശീയപാത കോഴിക്കോട് ഇന്ന് പോകണമെങ്കിൽ 5 മണിക്കൂർ വേണം. അത് 2 മണിക്കൂർ കൊണ്ട് കോഴിക്കോടേക്ക് എത്തുന്ന രീതിയിൽ ഗ്രീൻഫീൽഡ് ദേശീയപാത നരേന്ദ്രമോദി സർക്കാർ പദ്ധതി അനുവദിച്ചു. സ്ഥലമേറ്റെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിവേഗം വന്നുകൊണ്ടിരിക്കുകയാണ്. നാഷണൽ ഹൈവേക്ക് സംസ്ഥാനം പണം മുടക്കിക്കൊണ്ട് നാഷണൽ ഹൈവേ കൊണ്ടുവരുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ്. പൊതുമരാമത്ത് റോഡുകളുടെ അവസ്ഥ ശോചനീയമാണ് കേട്ടോ. 5000 കോടി രൂപയാണ് ഈ പറയുന്ന നാഷണൽ ഹൈവേക്ക് വേണ്ടിയിട്ട് കേരള സംസ്ഥാനം ചെലവഴിച്ചത് എന്നുകൂടി കൂട്ടി പറഞ്ഞാൽ നന്നായിരിക്കും. ഇപ്പൊ ഈ 4 വരിപ്പാത പണിയുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഈ 4 വരിപ്പാത അന്ന് UDF സർക്കാരിന്റെ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട MK മുനീറിന്റെ നേതൃത്വത്തിലുള്ള അന്നത്തെ ആളുകൾ ഈ പ്രപ്പോസലുമായി മുന്നോട്ട് വന്നപ്പോൾ അതിനെതിരെ സമരം ചെയ്ത ആളുകളാണ് ഈ പറയുന്നത്. ഇന്നിപ്പോ റോഡ് ഇവര് സംസ്ഥാന ഗവൺമെന്റിന്റെ നേതൃത്വത്തിലാണ് ഇവർ നടപ്പിലാക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ BJP-യുടെ പ്രതിനിധി പറഞ്ഞ ഒരു കാര്യത്തിന് കൂടി മറുപടി പറയാം. പാലക്കാട് നഗരസഭയിൽ അമൃത് കുടിവെള്ള പദ്ധതിയാണ് ഇവരുടെ
ബി.ജെ.പിയുടെ സിഗ്നേച്ചർ പദ്ധതിയായി ഇവർ ഉയർത്തി കാണിക്കുന്നത്. അമൃത് കുടിവെള്ള പദ്ധതിയിൽ സർവത്ര അഴിമതി നിറഞ്ഞിട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാൻ ബി.ജെ.പിയുടെ പ്രതിനിധിക്ക് സാധിക്കുമോ? അമൃത് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ നഗരസഭയുടെ എല്ലാ ഭാഗത്തും കുടിവെള്ളം കിട്ടുന്നുണ്ടോ? ഇപ്പോ നഗരസഭയുടെ എല്ലാ ഭാഗത്തും ഇപ്പോ അമൃത് കുടിവെള്ള പദ്ധതി വഴി പൈപ്പ് ലൈനിൽ കുടിവെള്ളം കിട്ടുന്നുണ്ടോ? നഗരസഭയുടെ എല്ലാ ഭാഗത്തും സുഭിക്ഷമായിട്ട് വെള്ളം എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ PMAYയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും 3 സെന്റും 1 സെന്റും 2 സെന്റും ഉള്ള എല്ലാവർക്കും വീടും ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ എല്ലാവർക്കും നല്ല ഗുണമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ എനിക്ക് UDFിനോട് ഒന്നേ ചോദിക്കാനുള്ളൂ. UDF ഭരണം, അതായത് നമ്മുടെ ഷാഫി പറമ്പിൽ കഴിഞ്ഞ നിയമസഭ ഇലക്ഷനിൽ നിന്നാണ്. അദ്ദേഹം ഇപ്പോൾ എവിടെയാണ്? ഈ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടും വഞ്ചിച്ചുകൊണ്ടും അവരുടെ വോട്ട് വാങ്ങി അയാൾ എന്തുകൊണ്ട് വടകരയിൽ പോയി എന്നും കൂടി ഇവിടെ ഉത്തരം തന്നാൽ നന്നായിരുന്നു. പറമ്പിൽ എന്തുകൊണ്ട് വടകരയിൽ മത്സരിച്ചു എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം അല്ല, മറ്റേ ചോദ്യത്തിന് മറുപടി കിട്ടിയല്ലോ. അമൃത് കുടിവെള്ള പദ്ധതിയിൽ അവർ പറഞ്ഞതിൽ ഞാൻ സംതൃപ്തിയല്ല. കാരണം ഇവിടെ സാധാരണക്കാരുമായി ഞാൻ നേരിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കിയതാണ്. ഇവിടെ പൈപ്പ് ലൈൻ ഇട്ടിട്ട് ഒരാഴ്ചക്കുള്ളിൽ പൈപ്പുകൾ പൊട്ടി തകർന്നിട്ട് ഇതുവരെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പാലക്കാട് മുനിസിപ്പാലിറ്റി അതിന് തയ്യാറായിട്ടില്ല. പാലക്കാട് മുനിസിപ്പാലിറ്റി അമൃത് കുടിവെള്ള പദ്ധതിയിൽ അത് ചോദിച്ചപ്പോ അമൃത് കുടിവെള്ള 110 കോടി രൂപ പദ്ധതിയാണ് അമൃത് കുടിവെള്ള പദ്ധതി. മലമ്പുഴയിൽ 450 ദശലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള ആധുനിക ഫിൽറ്ററിംഗ് പ്ലാന്റ് സ്ഥാപിച്ചു. നേരത്തെ പഞ്ചായത്തുകൾക്കടക്കം ഒരേ ഒരു ഫിൽറ്ററിംഗ് പ്ലാന്റാണ്. ഇന്ന് നഗരസഭയ്ക്ക് മാത്രമായി ഇത്രയധികം കപ്പാസിറ്റിയുള്ള 450 മില്യൺ കപ്പാസിറ്റിയുള്ള ഫിൽറ്ററിംഗ് പ്ലാന്റ്. നഗരത്തിൽ 3 ഓവർഹെഡ് റിസർവോയറുകൾ, ഒന്ന് മൂത്താന്തറയിൽ, ഒന്ന് കൽമണ്ഡപത്തിൽ, ഒന്ന് മാട്ടുമന്തയിൽ സ്ഥാപിച്ചു. കിലോമീറ്ററുകളോളം പുതിയ പൈപ്പ് ലൈനുകൾ സ്ഥാപിച്ചു. നഗരത്തിന്റെ തിരുനെല്ലായി മേഖല എത്രയോ വർഷങ്ങൾ കുടിവെള്ളക്ഷാമം ഉണ്ടായിരുന്നു. UDF 30 വർഷം ഭരിച്ച നഗരസഭയാണ്. നഗരത്തിന്റെ മൂത്താന്തറിന്റെ താഴെ, വാട്ടർ ടാങ്കിന്റെ താഴെ രാത്രി 2 മണിക്ക് വെള്ളം കിട്ടില്ലായിരുന്നു. അവിടെ ചെക്കാന്തറയിൽ, മിഷൻ കോമ്പൗണ്ടിൽ, ഇവിടെയൊക്കെ ഇന്ന് 24 മണിക്കൂറും ശുദ്ധമായ കുടിവെള്ളം കിട്ടുന്നുണ്ട്. ഇത് അമൃത് പദ്ധതിയുടെ വിജയമാണ്. നഗരസഭ ഒരു ഫണ്ടിംഗ് ഏജൻസിയാണ്. നഗരസഭ ഒരു ഫണ്ടിംഗ് ഏജൻസിയാണ്. ഈ അമൃത് പദ്ധതിയുടെ ഇംപ്ലിമെന്റേഷൻ യൂണിറ്റ് വാട്ടർ അതോറിറ്റിയാണ്. അത് നിയന്ത്രിക്കുന്നത് സംസ്ഥാന സർക്കാരും സർക്കാർ ശമ്പളം കൊടുക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുമാണ്. ചില കാലതാമസങ്ങൾ അവർ മനഃപൂർവ്വം ഉണ്ടാക്കി BJPയുടെ ഈ അമൃത് പദ്ധതിയെ കരിവാരി തേക്കാൻ വാട്ടർ അതോറിറ്റി കാലതാമസം ഉണ്ടാക്കി. പക്ഷെ ശക്തമായ തീരുമാനങ്ങളോടെ, സമ്മർദ്ദങ്ങളോടെ ആ പദ്ധതി 100% ഇംപ്ലിമെന്റേഷൻ ചെയ്തതുകൊണ്ടാണ് രണ്ടാം അമൃത് പദ്ധതി പാലക്കാടിന് അനുവദിച്ച് കിട്ടിയത്. 76 കോടിയുടെ രണ്ടാം അമൃത് പദ്ധതി. അമൃതിന്റെ വെബ്സൈറ്റ് എടുത്ത് പരിശോധിക്കൂ. 90% പ്രൊജക്ടുകളും പൂർത്തീകരിച്ച ഒരു നഗരസഭയാണ്. കേരളത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന നഗരസഭ പാലക്കാട് നഗരസഭയാണ്. അതിന്റെ സാങ്കേതികത്വം എന്ന് പറയുന്നത് അമൃത് പദ്ധതിക്ക് അനുവദിച്ച ഫണ്ട് അവര് വാട്ടർ അതോറിറ്റിക്ക് കൈമാറിയാൽ ആ ഫണ്ട് എക്സ്പെൻഡിച്ചറായി ആ സാധനം വെള്ളമായി ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് യാഥാർത്ഥ്യമാക്കേണ്ടത്. ഞാൻ ഇപ്പോഴും ഞാൻ ഇദ്ദേഹത്തോട് ഞാൻ പറയുന്നു, പാലക്കാട് നഗരസഭയുടെ പല ഭാഗങ്ങളിലും ഇന്നും കുടിവെള്ളം എത്താത്ത സ്ഥലങ്ങളുണ്ട്. പൈപ്പ് പൊട്ടിയിട്ട് ആ പൈപ്പ് മാന്തി എടുത്തിട്ട് റീപ്ലേസ് ചെയ്യാത്ത സ്ഥലമുണ്ട്. പൈപ്പ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് മിണ്ടാതിരി പ്ലീസ്. നിങ്ങൾ ബേളം വെക്കണ പുറത്തു പോകും. ഇവിടെ ചുമ്മാ ബേളം വെക്കാതെ സംസാരിക്കും. മൈക്ക് നിങ്ങൾ സംസാരിച്ചല്ലേ? തരാം. ഇദ്ദേഹത്തോടെ ഞാൻ പറഞ്ഞേ. നിങ്ങൾ വിളിക്കാന്നാല് തരാം സംസാരിക്കട്ടെ. പൈപ്പ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം വെള്ളത്തിന്റെ ഫോഴ്സ് കൊണ്ടുള്ള പൊട്ടലാണ്, അല്ലാതെ വെള്ളം കിട്ടാതെ മറ്റുള്ള പൈപ്പിലെ കാരണങ്ങളല്ല. വെള്ളത്തിന്റെ ഫോഴ്സ് കൂടുതൽ പല വീടുകളിൽ ഉണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളൂ. വെള്ളം ഇത് കേൾക്കുന്ന സാധാരണക്കാർ വിലയിരുത്തണം. കുടിവെള്ളത്തിന് വേണ്ടി ഇട്ട പൈപ്പ് വെള്ളം പോകുന്ന ഫോഴ്സിന്റെ കൊണ്ട് പൈപ്പ് പൊട്ടുന്നു എന്ന് പറയുന്ന ചരിത്രത്തിലായ സംഭവമാണ്. വെള്ളം പോകുന്ന പൈപ്പ് വെള്ളത്തിന്റെ ഫോഴ്സ് കൊണ്ട് പൈപ്പ് പൊട്ടുന്ന അത്രയും ഗുണനിലവാരം കുറഞ്ഞ പൈപ്പുകളാണ് നടത്തിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിനകത്ത് അഴിമതിയുണ്ട്. നരേന്ദ്രമോദി സർക്കാരിന്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രൊജക്ട് ആണ് ജൽജീവൻ മിഷൻ.
കോടിക്കണക്കിന് വീടുകളിൽ കുടിവെള്ളം എത്താൻ ആ പ്രൊജക്ടിന് സാധിച്ചു. ഈ ജൽജീവൻ മിഷൻ ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് അമൃത് പദ്ധതിയിലൂടെ 3000-ഓളം പാവപ്പെട്ട കുടുംബങ്ങൾക്ക് സൗജന്യമായി കുടിവെള്ളം എത്തിച്ച നഗരസഭ പാലക്കാട് നഗരസഭയാണ്. ഇന്ത്യ രാജ്യത്ത് തന്നെ ഒരു പൈലറ്റ് പ്രൊജക്ട് എന്നത് സൗജന്യമായി വീടുകളിൽ കുടിവെള്ള കണക്ഷൻ കൊടുത്തത് പാലക്കാട് നഗരസഭയാണ്. കേരളത്തിൽ വേറെ ഏതെങ്കിലും നഗരസഭ ഏതെങ്കിലും പഞ്ചായത്തിൽ ഇതുപോലെ ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ടോ? പറയട്ടെ മുന്നണികൾ. പാലക്കാട്ടെ ജനസഭ അവസാന 15 മിനിറ്റിലേക്ക് കിടക്കുകയാണ്. കൂടുതൽ ചോദ്യങ്ങളിലേക്ക് പെട്ടെന്ന് ചോദിക്കാം. പെട്ടെന്ന് ചോദിച്ചോ. ഞങ്ങൾ തൊഴിലാളിൻ്റെ ഒരു അഭിപ്രായം, ഒരു ചില കാര്യങ്ങൾ പറയണം. ഞങ്ങൾ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ എന്ന് പറഞ്ഞാൽ എല്ലാ സമൂഹത്തെ എല്ലാ ജനങ്ങളെയും കുറിച്ച് അറിയുന്നതാണ്. ഈ BSC റോഡ് ഞാൻ റെയിൽവേ സ്റ്റേഷന് മുൻവശത്ത് ഓടുന്ന ഒരു വ്യക്തിയാണ്. ഈ റെയിൽവേ സ്റ്റേഷൻ KSRTC കിട്ടണമെന്ന് ആകെ BSC റോഡ് വഴിക്ക് നമുക്ക് പോകാൻ പാടുള്ളൂ. അവിടെ ഒരു കുണ്ടും കുഴിയും ഫുള്ളായിട്ടുണ്ട്. പിന്നെ ലൈറ്റുകൾ, ഒരു പെൺകുട്ടി കാരണം പറഞ്ഞാൽ ഞങ്ങൾ പറയണം BSC റോഡ് വഴിക്കാണ് പോകുന്നത്, അവിടെ നല്ല ഇരുട്ടാണ്, നിങ്ങൾ പേടിക്കാതെ ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് വേണം ഞങ്ങളൊന്ന് പോകണമെങ്കിൽ. പിന്നെ ഞങ്ങൾ പകൽ നിൽക്കുമ്പോൾ ഒന്ന് മൂത്രമൊഴിക്കണം പറയുമ്പോൾ 60 ഉറുപ്പ്യക്ക് വാടക എടുത്തിട്ടാണ് KSRTC പോകണം. എന്നിട്ട് വരുമ്പോൾ BSC റോഡിൽ സൈഡ് ഇരുന്നിട്ട് മൂത്രമൊഴിക്കാൻ എവിടെ നിങ്ങളെ പോലുള്ള ഡ്രൈവർമാർക്ക് വിശ്രമിക്കാൻ വേണ്ടി BOC റോഡിൽ പാലക്കാട് നഗരസഭ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു ബാത്റൂം ഉണ്ട്. BOC റോഡ് ടെൻഡർ 5000 ഓട്ടോറിക്ഷകള് ഈ നഗരത്തിൽ ഓടുന്നുണ്ട്. 5000 ഓട്ടോറിക്ഷകൾ നമ്മളെപ്പോ പോലെ അവിടെ ലോറിക്കാരിക്കുള്ളതാണ്. അത് ടേക്ക് എ ബ്രേക്ക് പദ്ധതി വഴി 4 ശൗചാലയ ഇവിടെ ഒരു കോംപ്ലക്സ് കെട്ടിവെച്ചിട്ടില്ലേ? അവിടെ എന്താ നടക്കുന്നത്? 2 മരണം നടന്നു. അവിടെ ഒരു അനാശാസ്യം നടന്നു. 2 മരണം നടന്നു. മരിക്കാനും നരേന്ദ്രമോദി സർക്കാർ 20 കോടി അനുവദിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ സഹകരിച്ചില്ല. MLA ഫണ്ട് തന്നില്ല, MP ഫണ്ട് തന്നില്ല. ഇത്രയും വലിയ ഒരു പദ്ധതി ഒരു നഗരസഭ നടപ്പിലാക്കുമ്പോൾ ഈ നഗരത്തിലുള്ള MLA ഫണ്ട് തരാൻ ബാധ്യതയില്ലേ? MPക്ക് ഫണ്ട് തരാൻ ബാധ്യതയില്ലേ? ഈ പദ്ധതി പൂർത്തീകരിക്കാൻ സാമ്പത്തിക പ്രതിസന്ധി, കോവിഡ് പശ്ചാത്തലത്തിൽ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് ഞങ്ങൾ എത്രയോ തവണ കത്തയച്ചു. ഞങ്ങൾ എത്രയോ തവണ MLAയോട് അപേക്ഷിച്ചു. കുറച്ച് MLA ഫണ്ട് തരൂ, ചില പദ്ധതികൾ നഗരസഭയെ വിശ്വസിച്ചേൽപ്പിക്കാൻ ഇവർ തയ്യാറല്ല. ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ 20 കോടി രൂപയുടെ സ്പെഷ്യൽ അസിസ്റ്റന്റ് നൽകി. ഈ ഒലവക്കോട് കൺഫെഷൻ, കാനറ ബാങ്ക്, കോൺഗ്രസ് ഈ പദ്ധതികളെല്ലാം ഇപ്പോൾ ഞങ്ങൾ ടെൻഡർ നടപടികൾ ആരംഭിച്ചു. ഇദ്ദേഹം തന്നെ നേരത്തെ പറഞ്ഞു ഷാഫി പറമ്പിൽ MLA ഇവിടെ AK ആന്റണിയുടെ രാജ്യസഭാ ഫണ്ട് ഉപയോഗിച്ചു, സച്ചിൻ പൈലറ്റിന്റെ രാജ്യസഭാ ഫണ്ട് ഉപയോഗിച്ചു എന്നൊക്കെ പറയുന്നു. രാജ്യസഭ എത്ര MPമാരുണ്ട് BJPക്ക്? ലോക്സഭയിൽ എത്ര MPമാരുണ്ട് BJPക്ക്? ഇവിടെ അല്ലാതെ മുനിസിപ്പാലിറ്റിക്ക് എത്ര കോടി രൂപയുടെ ഫണ്ട്? എത്ര മന്ത്രിമാരുണ്ടായിരുന്നു കേരളത്തിന്? UPA ഭരിക്കുന്ന സമയത്ത് കേരളത്തിന് എത്ര മന്ത്രിമാരുണ്ടായിരുന്നു? ഇവര് പറയുന്നത് MLA ചോദിച്ചിട്ട് ഫണ്ട് തന്നിട്ടില്ല എന്നാണ്. MLA ഫണ്ട് തന്നില്ലെങ്കിൽ ഇവരിപ്പോ തൃശ്ശൂരിങ് എടുക്കുന്നു പറഞ്ഞിട്ട് ഒരാളെ ജയിപ്പിച്ചിട്ടുണ്ടല്ലോ. അയാളെ ഫണ്ട് കൊണ്ട് എന്തുകൊണ്ട് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് ജയിക്കാൻ പറ്റുന്നില്ല? വികസനം കൊണ്ടുവരാനാണ്. രാജ്യസഭ MP ആയിരുന്നു. അദ്ദേഹം രാജ്യസഭ MP ആയിരുന്നു. ഓർമ്മയുണ്ടോ? രാജ്യസഭ MP ആയിരുന്നു. ഈ അകത്തെ തറയിൽ ഉൾപ്പെടെയുള്ള നിരവധി സുരേഷ് ഗോപി രാജ്യസഭ MP ആയിരുന്നു. ഇവിടുത്തെ BJPക്കാർക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹം രാജ്യസഭ MP ആയിരുന്നു. ഒരു സിംഗിൾ ഫണ്ട് കേരളത്തിലെ. എന്റെ ചോദ്യം BJP പ്രതിനിധിയോടാണ്. ഞാനൊരു ബിരുദധാരിയായ തൊഴിൽ രഹിതനാണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇവിടെ പാലക്കാട് പല വിധത്തിലുള്ള വ്യവസായ പാർക്കുകൾ എയിംസിലൊക്കെ കൊണ്ടുവരും പറഞ്ഞു, വളരെ നല്ല കാര്യം. പക്ഷെ ആദ്യം ഇവിടുത്തെ യുവാക്കൾക്ക് സെൻട്രൽ ലെവലിലെ എക്സാം എഴുതാൻ പാലക്കാട് ഒരു സെന്റർ കൊണ്ടുവരുമോ നിങ്ങൾ? നമ്മൾ പല എക്സാമിന് വേണ്ടിയിട്ടും വലിയ ദൂരങ്ങളിലാണ് പോകുന്നത്. ഇപ്പം ഞാൻ തന്നെ നിലവിൽ CTE എക്സാമിന് പാലക്കാട് സെന്ററില്ല, കോയമ്പത്തൂരാണ് പോകുന്നത്. രണ്ടാമത് ചോദ്യം, ഇവിടെ അഗ്നിവീർ പോലുള്ള പല അവസരങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങളുടെ തൊഴിലവസരം കൊണ്ടുപോയി. അടുത്ത് GD SSC GD ഒരു അവസരം ഉണ്ടായിരുന്നു. പാലക്കാടിന് നെക്സ്റ്റ് പദവി ഉണ്ടായിരുന്നു. ഒരു 10% പാലക്കാടിലെ യുവാക്കൾക്ക് നമുക്കൊരു റിസർവേഷൻ വഴി കിട്ടുമായിരുന്നു. അത് എടുത്തു കളയുമ്പോൾ സർക്കാരിന്റെ പേരാണ് കേന്ദ്ര സർക്കാർ എന്നുള്ളത്. ഈ അടുത്ത് വയനാട് ദുരന്തത്തിൽ വന്ന് നരേന്ദ്രമോദി വലിയ സങ്കടത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുണ്ടായി. പക്ഷേ ഇന്ന് ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച് അതിന് ഫണ്ട് അനുവദിക്കാൻ പോലും നിങ്ങൾ തയ്യാറാവുന്നില്ല. നിങ്ങൾ എന്താണ് പാലക്കാട് ചെയ്യാൻ പോകുന്നത് വ്യക്തമാക്കണം. ഇവിടുത്തെ യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി
5 പൈസയുടെ ഈട് നൽകാതെ 20 ലക്ഷം രൂപ വരെ മുദ്രാ പദ്ധതി വായ്പ ലഭിക്കുന്ന മുദ്രാ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത് നരേന്ദ്രമോദി സർക്കാരാണ്. ഇവിടെ യുവാക്കൾക്ക് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതി, മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി, സ്കിൽ ഇന്ത്യ പദ്ധതി, അതുപോലെ നിരവധി പദ്ധതികൾ ആരംഭിച്ചുകൊണ്ട് സർക്കാർ മേഖലയിൽ മാത്രമല്ല അവർ സ്വയം സംരംഭകരായിക്കൊണ്ട് ഇവിടുത്തെ സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്താനുള്ള എല്ലാ അന്തരീക്ഷവും ഉണ്ടാക്കിയ ഒരു സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ. നിരവധി പദ്ധതികൾ, ദീനദയാൽ കൗശൽ യോജനയിലൂടെ ഇവിടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി പരിശീലനം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ. മാതൃകാപരമായിട്ടുള്ള പദ്ധതികളാണ് ഇവിടുത്തെ യുവാക്കളുടെ തൊഴിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ളത്. അഗ്നിവീർ പദ്ധതിയും തൊഴിൽ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. പഠനത്തോടൊപ്പം തന്നെ തൊഴിൽ കൊടുക്കുന്ന പദ്ധതി. ഏറ്റവും അവസാനത്തെ ബഡ്ജറ്റിൽ ഫെലോഷിപ്പ് പദ്ധതി കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീർച്ചയായും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ, ആയിരക്കണക്കിന് യുവാക്കൾ ഇതിൻ്റെയൊക്കെ ഗുണഭോക്താക്കളാണ്. അതിൻ്റെ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ എത്രയധികം യുവാക്കൾ കേരളത്തിലടക്കം ഈ പദ്ധതികൾ വിനിയോഗിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ ചോദ്യം പെട്ടെന്ന് കമ്മ്യൂണിസ്റ്റുകാരോട് ഒന്ന് പറയണം. പെട്ടെന്ന് ഷാഫി പറമ്പിൽ KSRTC കിട്ടി. ഇന്ന് വരയ്ക്കും നിങ്ങൾ നമ്പർ കൊടുത്തിട്ടുണ്ടോ? നമ്പർ കൊടുത്തിട്ടുണ്ടോ? ബിൽഡിംഗ് നമ്പർ കൊടുത്തിട്ടുണ്ടോന്ന്? കൊടുത്തിട്ടില്ല. അത് കെട്ടാൻ എത്ര വർഷം വന്നു അത് പറയാൻ പറ്റുമോ? ശരി ചോദ്യം. ഓക്കെ, ആരോടാ? മറുപടി എനിക്ക് ചോദിക്കാനുള്ളത് പറയും. UDFന്റെ പ്രതിനിധിയോടാണ്. നിങ്ങൾ ഫണ്ട് വിനിയോഗിച്ചതിന്റെയും റോഡിന്റെയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പൈപ്പ് പൊട്ടിയത്, ലൈറ്റ് പൈപ്പ് ഇട്ടാല് പൊട്ടും, അത് നന്നാക്കാൻ വേണ്ടി വാട്ടർ അതോറിറ്റി ആളെ നിർത്തും. അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റ് പോയാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പഞ്ചായത്ത് നിർത്തുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ തുടർച്ചയായിട്ട് MLA വന്ന് ഒരു ടൗൺ ഹാൾ ഉണ്ടല്ലോ, നമ്മുടെ ടൗൺ ഹാളിന് പൊളിച്ചു മാറ്റി MLA ഫണ്ട് തരാന്ന് പറഞ്ഞിട്ട് നമ്മൾ പൊളിച്ചു മാറ്റി. അത് എത്ര MLA വന്നാലാണ് ആ ടൗൺ ഹാൾ മുഴുവനാക്കാൻ പറ്റുക എന്നൊന്നും കൂടെ പറയാം. ടൗൺ ഹാൾ അതും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ടൗൺ ഹാൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്ത ടൗൺ ഹാളിന് MLA ഫണ്ട് അനുവദിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. ഈ ടൗൺ ഹാള് MLA അതിന്റെ ഫ്രാക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ മുതൽ ഈ മുനിസിപ്പാലിറ്റി ആ ടൗൺ ഹാൾ പണിയുന്നതിന് പൂർണ്ണമായും എതിരായിരുന്നു. അത് അവർ മറച്ചു വെച്ചുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് ഈ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ച് ഞാൻ പറയുന്നു, ഇവിടെ ടൗൺ ഹാൾ MLA ഫണ്ടിൽ നിന്നും പൂർത്തിയാക്കേണ്ടത് നിർബന്ധമായും ടൗൺ ഹാളിന്റെ പണി MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ചിട്ട് പൂർത്തിയാക്കുക എന്ന് ചോദിക്കും. ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യം, നിങ്ങൾ ഇന്ദിര ഇവിടെ മുനിസിപ്പാലിറ്റി സ്റ്റേഡിയം ഉണ്ടല്ലോ, ഇവിടുത്തെ യുവാക്കൾ ഏറ്റവും കൂടുതൽ ഇവിടെ ചോദ്യം ഉയർന്നു വന്നത് ഇവിടുത്തെ യുവജനങ്ങൾക്ക് വേണ്ടിയാണ്. ആ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേഡിയം ഇവിടെ മുനിസിപ്പാലിറ്റിന്റെ അധീനത്തിലുണ്ടല്ലോ. ഇന്ന് വരെ ഒരു 10 പൈസ ആ മുനിസിപ്പാലിറ്റി ആ സ്റ്റേഡിയത്തിന് വേണ്ടി ഒരു 10 പൈസ ചെലവഴിക്കാൻ സാധിച്ചിട്ടുണ്ടോ? BJPയുടെ കൗൺസിലറല്ലേ, മറുപടി പറയൂ. സ്റ്റേഡിയം ഞങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അവിടെ വലിയൊരു പ്രൊജക്ട് അതിന്റെ പ്രാരംഭഘട്ടം ആരംഭിച്ചിട്ടുണ്ട്. പാലക്കാട്ടുകാരോട് പത്രം വായിക്കുന്ന പാലക്കാടുകാരോട് ചോദിക്കും. പിന്നെ MLA ടൗൺ ഹാൾ പ്രൊജക്ട് നഗരസഭയ്ക്കാണ് ഫണ്ട് കൈമാറിയത്. MLA സ്വന്തം നിലയ്ക്ക് പദ്ധതി രൂപീകരിച്ചു. MLA സ്വന്തം നിലയ്ക്ക് അത് ഒരു ഏജൻസി ഏൽപ്പിച്ചു. സ്വന്തം നിലയ്ക്കാണ് നടപ്പിലാക്കുന്നത്. ഞങ്ങൾ ഏറ്റെടുത്ത പദ്ധതികൾ സമയബന്ധിതമായി നടപ്പിലാക്കിയ ചരിത്രമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് MLA സ്വന്തം നിലയ്ക്ക് കൊണ്ടുപോയത് കൊണ്ടാണ് ആ പദ്ധതി ഇന്നും എവിടെ എത്താതെ കിടക്കുന്നത്. ഞങ്ങൾ 320 കോടി രൂപയുടെ അമൃത് പദ്ധതി സമയബന്ധിതമായി നടപ്പിലാക്കിയ ട്രാക്ക് റെക്കോർഡുള്ള നഗരസഭയാണ്. ടൗൺ ഹാൾ എപ്പോ പൂർത്തിയാക്കും? അതിന്റെ പണി എപ്പോ പൂർത്തിയാകും? അതിന്റെ മറുപടി ഇവിടെ BJPയുടെ പ്രതിനിധി തന്നെ പറഞ്ഞു. ഇവിടെ ടൗൺ ഹാൾ MLA അത് ഒറ്റയ്ക്ക് ചെയ്തു കഴിഞ്ഞാൽ അത് MLAക്കുള്ള ക്രെഡിറ്റ് ആവും എന്ന് കരുതിയിട്ടാണ് ഇവർ ഈ തുരങ്കം വെക്കുന്നത് മുഴുവൻ. മുനിസിപ്പാലിറ്റി MLA ഫണ്ട് കൈമാറിയാൽ മാത്രമേ ടൗൺ ഹാളിന്റെ പണി പൂർത്തിയാക്കാൻ അനുവദിക്കുള്ളൂ എന്ന് പറയുന്നു. ഇവരെ എന്ത് ചോദിച്ചാലും ഇപ്പൊ ചോദിച്ചാൽ അരി എത്രയാന്ന് ചോദിച്ചാൽ എന്ത് ചോദിച്ചാലും അമൃത് പദ്ധതി. ശശികുമാർ ഒരു മിനിറ്റ്. ഷാജഹാൻ ഈ ടൗൺ ഹാളുമായി ബന്ധപ്പെട്ട് എന്താ പറയാനുള്ളത് ഇടതുപക്ഷത്തിന്? ടൗൺ ഹാളുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, തുടക്കത്തിലെ സൂചിപ്പിച്ചതാണ്. ഒരു ജില്ലയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്നുള്ള നിലയിൽ, ഒരു ജില്ലയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള മണ്ഡലം എന്നുള്ള നിലയിൽ അതിനെ വേണ്ട രീതിയിൽ കാലഘട്ടത്തിനനുസരിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇവിടെയുള്ള MLA ആ കാര്യത്തിൽ MLA വലിയ പരാജയമാണ്. അതുപോലെ തന്നെ അതിന് സപ്പോർട്ട് ആയിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നതിൽ ഇവിടുത്തെ നഗരസഭയും വലിയ വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഇത്ര നേരത്തെ ചർച്ചയിലൂടെ തന്നെ എല്ലാവർക്കും ബോധ്യപ്പെട്ടുള്ള കാര്യമാണ്. ഇവിടെ സംസ്ഥാന ഗവൺമെന്റ് നിങ്ങൾ നോക്കണം, മറ്റ് ജില്ലകളിൽ പോയി നോക്കണം, മറ്റ് മണ്ഡലങ്ങളിൽ പോയി നോക്കണം. കേരളത്തിന്റെ കായിക കുതിപ്പിന്
വലിയ സംഭാവനകൾ നൽകുന്ന ഒരുപാട് ട്രാക്കുകളും മറ്റ് സൗകര്യങ്ങളും എല്ലാം തന്നെ സർക്കാർ സ്കൂളുകളിൽ വരെ അത്തരത്തിലുള്ള സൗകര്യങ്ങളുണ്ട്. എന്നിട്ട് ഒരു ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഒരു സ്റ്റേഡിയം നവീകരിക്കുന്നതിനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇൻഡോർ സ്റ്റേഡിയം പൂർത്തിയാക്കിയെടുക്കുന്നതിനോ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി നടപ്പിലാക്കുന്നില്ല. എന്തെല്ലാം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും കിഫ്ബി എന്നൊരു പദ്ധതി കൊണ്ടുവന്ന് ആ പദ്ധതിയിലൂടെ കേരളത്തിലെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ജില്ലയുടെ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ ഈ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുവാനോ MLAക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇവിടെ സൂചിപ്പിച്ചത് ഇവിടെ ഉണ്ടായിരുന്ന ടൗൺ ഹാളില്ല, ഉണ്ടായിരുന്ന സ്റ്റേഡിയങ്ങൾ പഴയതിനേക്കാൾ മോശമായി പോകുന്നു. അതൊന്നും പൂർത്തീകരിക്കുന്നതിൽ MLA എന്നുള്ള രീതിയിൽ വലിയ പരാജയമാണെന്നുള്ള കാര്യത്തിൽ സർക്കാരിന് ഇക്കാര്യത്തിലൊന്നും ചെയ്യാനില്ലേ ഷാജഹാൻ? നേരിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ കായിക വകുപ്പുമായി ബന്ധപ്പെട്ടും മറ്റ് സാംസ്കാരിക വകുപ്പുമായി ബന്ധപ്പെട്ടും എല്ലാം തന്നെ ഉണ്ട്. പക്ഷെ MLA എന്നുള്ള രീതിയിലുള്ള എന്തെങ്കിലും ഒരു പ്രപ്പോസലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംവിധാനമോ ഉണ്ടാക്കുമ്പോൾ അതല്ല. ഇവിടെ മോയിൻസ് സ്കൂളിന്റെ കാര്യം പറഞ്ഞു, മോയിൻസ് സ്കൂളിന്റെ കാര്യം, ഗേൾസ് സ്കൂളിന്റെ കാര്യം പറഞ്ഞു. കേരളത്തിൽ ഇത്രയധികം പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു സർക്കാർ സ്കൂൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ, എന്റെ അറിവ് ശരിയാണെങ്കിൽ രണ്ടാമത്തെ സ്കൂളാണ് എന്നുള്ളതാണ്. ഒരു സ്മാർട്ട് ക്ലാസ് റൂം പോലും ആ സ്കൂളിനകത്ത് കൊണ്ടുവരുവാൻ ഇവിടുത്തെ MLAക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മറ്റ് മണ്ഡലങ്ങളെടുത്ത് പോയി നോക്കൂ, മറ്റ് മണ്ഡലങ്ങൾ ചിറ്റൂർ മണ്ഡലത്തിൽ പോയി നോക്കൂ, അതുപോലെ തന്നെ മലമ്പുഴയിൽ പോയി നോക്കൂ. അവിടെയെല്ലാം തന്നെ ഇത്തരത്തിലുള്ള സ്കൂളുകളെല്ലാം തന്നെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ അവിടെയുള്ള MLAമാരുടെ ഫണ്ടുകളിൽ നിന്ന് അവരുടെ ഇടപെടലിന്റെ ഭാഗമായിട്ടെല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള ഒരു ഇടപെടലും ഇവിടെയുള്ള MLAയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. തന്റെ ഫ്ലെക്സ് വരുന്ന അല്ലെങ്കിൽ തന്റെ ഇമേജ് ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലുള്ള എന്ത് പ്രചരണമാണെങ്കിലും ഒരിടപെടലും ഇവിടെയുള്ള MLAയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല, മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹം 2 തവണ ആവർത്തിച്ചു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും കേരളത്തിൽ ഇതുപോലെയുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നുവെന്ന്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കേരളത്തിൽ എങ്ങനെയാ വന്നതെന്ന് ഇവരൊന്ന് മറുപടി പറയട്ടെ. ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും ഇവർ ദൂർത്തയാത്ര നടത്തിയില്ലേ, നവകേരള യാത്ര എന്ന് പറഞ്ഞിട്ട്? ആ ബസ്സിന്റെ അവസ്ഥ എന്താ ഇപ്പം? ഇവരോട് ചോദിക്കുക, ഇടതുപക്ഷത്തിന്റെ ആളുകൾ മറുപടി പറയട്ടെ. പിന്നെ ഇദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം എന്താ? മോയിൻസ് സ്കൂളിന്റെ കാര്യം. മോയിൻസ് സ്കൂളിന്റെ കാര്യത്തിൽ ആ കൺസെപ്റ്റ് തന്നെ അവിടെ കൊണ്ടുവന്നത് ഇവിടെ ഷാഫി പറമ്പിൽ MLA ആണ്. ഇവര് സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുകൊണ്ട് ആ പദ്ധതി മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണ്. ഇനി വേറൊരു കാര്യം പറഞ്ഞു, കിഫ്ബി. ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ കിഫ്ബി പണം കൈമാറിയ ഒരു പദ്ധതിയുടെ പേര് അദ്ദേഹം പറയട്ടെ. ഒരു വർഷത്തിനിടയിൽ കേന്ദ്ര സർക്കാർ വരുമ്പോ UDFന്റെ MLAമാർ, UDFന്റെ MPമാർ കേരള സർക്കാർ അവരുടെ അല്ല അതിനെ പൊളിക്കാൻ വേണ്ടിയിട്ട് വികസനത്തെ കേരളത്തിന്റെ മുന്നോട്ട് പോക്കിനെ തടയിടാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടായിരുന്നില്ലേ കിഫ്ബിയെ പൊളിക്കുക? ചോദ്യങ്ങളേറെയാണ്, വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങൾ ലഭിക്കുന്നില്ല. ഇപ്പൊ റോഡിന്റെ കാര്യം അടക്കം പലരും ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. നാളെയും പാലക്കാട് ജനസഭയുണ്ട് കോട്ട മൈതാനത്ത്. നിങ്ങൾക്ക് നാളെയും ചോദിക്കാം. എന്തായാലും ഇന്നത്തെ ജനസഭ സജീവമാക്കിയ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്തേ.